ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹബീബിനോട് ടച്ചാവാറുള്ള തരംഗങ്ങളാണ് സ്വലാത്ത്. നമ്മൾ ഇവിടെ നിന്ന് ചൊല്ലിയ ഇഖ്ലാസോടെ ചൊല്ലിയ മദീനത്തേക്ക് നേരിട്ട് പോകും. ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള വഹിയ അന്നി നാഇബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹലാറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫാതി. ഈ മാസത്തിൽ ആണ്ടുള്ളൊരു മഹാൻ പാടിയതാണ്. മഹാനായ ശൈഖ് ദിഫാഇ തങ്ങൾ പാടിയതാണ്. അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ. പരിശുദ്ധമായ മദീന മുനവ്വറയിൽ റൗള ശരീഫിനടുത്തെത്തി, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബർ ശരീഫിനടുത്തെത്തിയപ്പോൾ മഹാനവരിൽ കരഞ്ഞുകൊണ്ട് പാടിയതാണ് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള വഹിയ അന്നി നാഇബതി. ഹബീബായ നബി, ഞാൻ എൻ്റെ നാട്ടിലായിരുന്ന സമയം ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാ ദിവസവും മദീനയിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാ ദിവസവും മദീനയിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. അതെങ്ങനെ? മദീനയെ കൽബിൽ ഇങ്ങനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കൽബിൽ കണ്ട സ്വലാത്ത് ചൊല്ലിയാൽ റൂഹ് ടച്ചാവും മദീനയുമായി. ഇന്ന് രാത്രി നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിച്ചത് ആരെ കുറിച്ചാണോ അയാളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാണ് പറഞ്ഞാൽ രാത്രി കാണാൻ അയാൾ ഇങ്ങനെ വരുന്നത്. അസ്സലാമു അലൈക്കും, ബൈക്കിന്റെ പുറത്ത് കയറണമെന്നൊക്കെ ചോദിക്കുമല്ലോ വന്നിട്ട്. എന്താ ആ ചിന്ത നമ്മുടെ റൂഹിനെ അയാളുമായി ടച്ചാക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും ഈ മ്യൂസിക്കും പാട്ടും ഒക്കെ ആയിട്ട് വന്നാല് അതുമായിട്ട് ടച്ചായി കിടക്കേണ്ട ഒരു ചങ്ങായി ഉണ്ട്. അയാളെ പേരാണ് ഇബ്ലീസ്, ശൈത്താൻ. നമ്മളിങ്ങനെ കാത്തി കടന്നുറങ്ങുന്ന സമയത്ത് മൂപ്പര അങ്ങനെ വരിക. എന്ന് പറഞ്ഞാൽ പറയാണ്, ഹബീബായ നബിയെ, എല്ലാ സമയവും ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങയുടെ മദീനയിലേക്ക് എൻ്റെ റൂഹിനെ പറഞ്ഞേക്കാറുണ്ട്. ഉസ്താദെ, ഞാൻ എമ്പാടും സ്വലാത്തിലുണ്ട്, എന്നിട്ട് ഞാൻ ഇതുവരെ മദീന കണ്ടില്ലല്ലോ. അതിന് നമ്മൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ആ പാത്രം കെട്ടെടുക്കുക. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓക്കത്ത പണി. സല്ലല്ലാഹു അലൈഹി മാഫി ഫൈദ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ മദീനയിലേക്ക് ഇഖ്ലാസോടെ സ്വലാത്ത് ചൊല്ലിയാൽ തബലുഗ്നിയ, സ്വലാത്ത് ഇവിടെ എത്തിക്കപ്പെടുന്നതാണ്. ലോകത്താരെ എവിടുന്ന് സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്ത് പിടിച്ചെടുക്കാനുള്ള ഒരു ടവർ മദീനയിൽ അല്ലാഹു സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖബറിന്റെ അടുത്തൊരു മലക്കുണ്ട്. ഇന്നല്ലാഹ വക്കല ബി ഖബരി മലകാ. അല്ലാഹു തആല എൻ്റെ ഖബറിന്റെ അടുത്തൊരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കിന്റെ സ്വഭാവം എന്താ? യസ്മഉൽ ഖലായിക കുല്ലഹാ. അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടികളെയും കേൾക്കാനുള്ള കഴിവ് അല്ലാഹു തആല മലക്കിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് ആര് സ്വലാത്ത് ചൊല്ലിയാലും സലാം ചൊല്ലിയാലും അത് ഉടുമ്പുന്തലക്കാരായാലും ശരി, ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ആര് സ്വലാത്ത് ചൊല്ലിയാലും തബലുഗ്നി, ആ സ്വലാത്ത് എനിക്ക് എത്തിക്കപ്പെടും. ഈ മലക്ക് പറയും, നബിയേ, ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സ്വല്ല അലൈക, ഇന്നാലിന്നാൾ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, സലാം ചൊല്ലിയിട്ടുണ്ട് നബിയേ എന്ന് ആ മലക്കെന്നോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഫുലാൻ ഇബ്നു ഫുലാൻ ചൊല്ലിയ ആളെ പേരും പറയും, വാപ്പാന്റെ പേരും പറയും. 24 മണിക്കൂറും റസൂലുള്ളാഹിന്റെ റൗളയിൽ നമ്മളെ പേര് പറയപ്പെടാൻ ആഗ്രഹിക്കാത്തവരാരാ? അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നമ്മുടെ പേര് റസൂലുള്ളാഹിന്റെ റൗളയിൽ പറയപ്പെടണം സല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വലാത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറയാം, എല്ലാവരും അവസാനം വരെ നന്നായി സ്വലാത്ത് ചെല്ലണം. കുറേ ഒന്നും പറയില്ല, 10:30 ആകുമ്പോഴത്തേക്കും ദുആവും തീർന്ന് അവസാനിപ്പിക്കണം. ദുആ വരെ അവസാനിപ്പിക്കണം. 10:30 ആകുമ്പോഴേ 8:29 ഞാൻ നിങ്ങളോട് സലാം ചൊല്ലിയത്. 8:29 10:30 ആകുമ്പോൾ തീർക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെന്തുകൊണ്ട് അതിന് മുമ്പ് തീർക്കണം, അതിന് മുമ്പേ തീർക്കണം. അങ്ങനെ തീർക്കാം, എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ കൂലിക്ക് പണിയെടുക്കാൻ വന്ന ആളല്ല. കൂലിക്ക് പണിയെടുക്കാൻ വന്നതാണെങ്കിലാണല്ലോ നിങ്ങളൊരു 4 മണിക്കൂർ പണിയെടുക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ വന്നതല്ലേ. ഒരുപാട് പറയൊന്നും ചെയ്യേണ്ട. എന്തെങ്കിലും ഒന്ന് ഈ സദസ്സിൽ നിന്ന് ഉപകാരപ്പെട്ടാൽ അത് നമ്മളെല്ലാവരും പ്രാവർത്തികമാക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ ഈ സദസ്സ് വിജയകരമായി. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. നന്ന സ്വലാത്തല്ലാണ് അവസാനം വരെ ഇൻഷാ അല്ലാഹ്. എൻ്റെ വിഷയം സ്വലാത്തല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കില്ല. വിഷയം കുറച്ചു നേരം പറയും. മരണശേഷം വരാനിരിക്കുന്ന ലോകം, അതിനെക്കുറിച്ചൊരു ചിന്ത നമുക്കറിയാം, ഖബറാണ്. പക്ഷേ എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ഒന്നങ്ങനെ ഓർത്തു പോവാൻ എല്ലാ കൊല്ലങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. എന്താ ഈ വിഷയമൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കൊറോണ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് എല്ലാവരും പേടിച്ച് നന്നാവുന്നു. കൊറോണ ഒന്നാടി നീങ്ങി വെക്കുമ്പോൾ പഴയനേക്കാളും കഷ്ടം. മംഗലൊക്കെ അടിച്ചുപൊളി എന്നല്ല, പഴയതിനേക്കാളും ഒരുപടി മുന്നിലാണ്. പുതിയ പിളവോക്കൊരു കീറാമാറയും നൂരാമാറയുമായി കൊണ്ടിരിക്കുകയാണ്. വീണ്ടും എല്ലാ അനർത്ഥങ്ങളും തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് കയറിയപ്പോൾ ഹറാമകൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് വരാൻ പോണത് ഇന്നതാണെന്ന് ഒന്ന് ഓർക്കണം. നമ്മൾ പുതിയൊരു വിഷയം പഠിപ്പിക്കുന്നല്ല, ഓർക്കണം. അങ്ങനെയുള്ള എല്ലാ ദിവസവും മരണത്തെ ഓർക്കണം എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇരിക്കേണ്ടത് പുതിയ വിഷയം കേൾക്കാന്നുള്ള ഭാവത്തിലല്ല. പടച്ചോനെ, ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ മുതൽ എനിക്ക് വരാനിരിക്കുന്ന അവസ്ഥ ഇന്നതാണല്ലോ എന്നോർക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാവണം ഈ സദസ്സിൽ ഇരിക്കേണ്ടത്. എല്ലാവർക്കും വരാൻ പോണ അവസ്ഥ പറയാണ്. അല്ലാഹുവേ, മനസ്സ് നീ നന്നാക്കി തരണേ അല്ലാ. അപ്പൊ അത് കൽബിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ നല്ലോ സ്വലാത്ത് ചൊല്ലണം. അബൂജഹൽ റസൂലുള്ളാഹിന്റെ വഅദ് കേൾക്കാത്തോണ്ടല്ല, അള്ളാന്റെ ഹബീബിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഹുബ്ബ് പോലും ആ ചങ്ങായിന്റെ കൽബിൽ ഇല്ലാത്തോണ്ടാണ് മൂപ്പര് കഴിച്ചില്ലാതെ പോയത്, കേട്ടതൊന്നും ഉപകാരപ്പെടാതെ പോയത്. മനസ്സിലായല്ലോ? ഞാനെന്നല്ല, ഏത് ഉസ്താദുമാർ ഇവിടെ വഅദ് പറഞ്ഞാലും ചിലപ്പോ കുറെ ആളുകൾക്ക് അത് വല്ലാതെ മനസ്സിന് എഫക്റ്റ് ആവും. ചില ആളുകൾക്ക് തീരെ എഫക്റ്റ് ആവില്ല. വഅദ് പറഞ്ഞ മൗലിയാരെ കുഴപ്പമില്ലേ, കേട്ടോണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നന്നായി ഇരിക്കണേ. എങ്ങനെ അറിയോ? പടച്ചോനെ, ഇതിൽ നിന്ന് എനിക്ക് നീ ഗുണം ചെയ്യണമേ റബ്ബേ എന്ന ബോധത്തിൽ ഇരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് നന്നായി ഖൽബിക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒന്നാ നന്നായി സ്വലാത്തിലുകൊണ്ടിരിക്കണം, തുടക്കം മുതൽ അവസാനം വരെ. റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വലാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. മഹാനായ റിഫാഇ ശൈഖ് തങ്ങൾ പറയാൻ, എല്ലാ ദിവസവും എൻ്റെ ആത്മാവ് ഇവിടെ വരാറുണ്ടായിരുന്നു നബിയെ, ഞാൻ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. ഫീ ഹാലത്തിൽ ബഅദി റൂഹി കുൻതു ഉർസിലുഹാ. കൊറോണ വന്നപ്പോ മദീനയിലേക്കുള്ള ഫ്ലൈറ്റ് ബന്ധായിട്ടുള്ളൂ. മദീനയിലേക്കുള്ള ഭൗതിക മാർഗങ്ങളിലൂടെയുള്ള കരമാർഗവും അതേപോലെ വായുമാർഗവും കടൽ മാർഗവും എല്ലാം ഉള്ള യാത്രകളെ ബന്ധായിട്ടുള്ളൂ. മനസ്സിന്റെയും ആത്മാവിന്റെയും യാത്ര ഒരിക്കലും ബന്ധാവില്ല. പടച്ചോനെ, മദീനത്ത് പോകാൻ പറ്റിയില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞു കരയണ്ട. എല്ലാ ദിവസവും നിങ്ങൾക്ക് മദീനയിൽ പോയി വരാവുന്നതാ. നമുക്ക് ഫീ ഹാലത്തിൽ ബഅദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള വഹിയ അന്നി നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത്. ഹബീബായ നബി, എല്ലാ ദിവസവും എൻ്റെ ആത്മാവ് ഇവിടെ വന്ന് റൗളയുടെ മണ്ണ് ചുംബിച്ച് തിരിച്ചു വരാറുണ്ട്. വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത്. യാ റസൂലല്ലാഹ്, അഹ്മദുൽ കബീർ, ഇപ്പോൾ ഇവിടെ അഹ്മദിന്റെ ശരീരവും ആത്മാവും രണ്ടും വന്നിരിക്കുകയാണ്. ഫംദുദ് യമീനക
അതുകൊണ്ട് അങ്ങയുടെ കൈയൊന്ന് കാണിക്കുമോ നബിയെ? അങ്ങയുടെ കൈയൊന്ന് ചുംബിച്ചിട്ട് അഹമ്മദിന്റെ ചുണ്ടുകൾ ധന്യമാകട്ടെ എന്ന് മഹാനവറുകൾ പാടിയതാണ്. പാടിക്കഴിഞ്ഞപ്പോ റൗളൻ പിളർന്നു, കൈ പുറത്തു വന്നു. ഇതൊന്നും ഖുറാഫാത്ത് പറഞ്ഞല്ല, ഖുറാഫാത്ത് പറഞ്ഞോ പഠിപ്പിക്കണോ അല്ലത്. ഒരു സെക്കൻഡ് കൊണ്ട് നൂറുകണക്കിന് മൈലുകൾക്കപ്പുറത്തുള്ള സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തെത്തിച്ചു കൊടുത്തു എന്ന സംഭവം ഖുർആൻ പറഞ്ഞതാണ്. ഖുറാഫാത്ത് പഠിപ്പിക്കല്ലേ, ഖുറാഫാത്തല്ല ഇത്. നിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതേ അള്ളാഹുവിന് ചെയ്യാൻ കഴിയൂന്ന് നീ വിചാരിക്കുന്നതാണ് വിശ്വാസത്തിലെ അപാകത. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും ചെയ്യാൻ കഴിയുന്നവനാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നതിന്റെ പേരാണ് വിശ്വാസമെന്ന് മഹാനവറുകൾ കൈ ചുംബിച്ചു. നമ്മളെ ആട്ടാരൻ പാടിയില്ലേ, വെളിയങ്കോട്ടുകാരൻ, ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റൗദ ഷരീഫിന്റെ ഗിൽസിന്റെ അടുത്ത് പോയിട്ടേ പോലീസുകാരനോട് പറഞ്ഞു, ഇതൊന്ന് തുറന്നുതരും. ഉമർ ഖാദിയ, ഇതൊന്ന് തുറന്നുതരും. ആലോചിച്ച എന്താന്ന്, അകത്തൊന്ന് കയറാനാണ്. എൻ്റെ ഹബീബിന്റെ ഖബറിന്റെ ചാരത്ത് പോയി എൻ്റെ ഹബീബിനൊരു സലാം ചെല്ലാനാണ്. അയാൾ ഇങ്ങനെ ഒന്ന് നോക്കി താഴെ മുതൽ മേലെ വരെ. അയാളെന്താ ഈ പൊട്ടത്തരം പറഞ്ഞതായിരിക്കും ചിലപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അയാൾ പറഞ്ഞു, രാജകൽപ്പന ഇല്ലാതെ തുറക്കാൻ പറ്റൂല. ഉമർ ഖാദിയാണ് പാടിയില്ലേ, കരഞ്ഞിട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങി. പാടി 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 ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതഹു ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എന്റെ കണ്ണിലൂടെ ഒഴുകാൻ തുടങ്ങിയ കണ്ണുനീര് നബിയെ പറ്റിപ്പോയിട്ടില്ല. ഞാൻ ഇവിടുന്ന് കരയാൻ തുടങ്ങിയതല്ല, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് സ്വലാത്ത് ചൊല്ലുമ്പോഴേ ഞാൻ കരയാറുണ്ട് നബിയെ. വെളിയങ്കോട്ടൊന്ന് തുടങ്ങിയ കരച്ചിലാ നബിയെ. അതെന്റെ കവളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഞാൻ കരയാൻ കാരണം? മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി, അങ്ങയോട് എൻ്റെ ഖൽബിലുള്ള അടക്കാനാവാത്ത സ്നേഹമാ നബിയെ. സ്വലാത്ത് ചൊല്ലുമ്പോ കരയുന്ന ആളായിരുന്നു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഖബറിന്റെ അടുത്തൊന്ന് വരണമെന്ന് ഉമറിന്റെ ഈ ആഗ്രഹം നടക്കാതെ പോവുകയോ നബിയേ? പാടി തീർന്നില്ല. റൗളയുടെ ഗിൽസിന്റെ പൂട്ട് പൊട്ടിയിട്ട് ഉമർ ഖാദി അകത്തേക്ക് കിടക്കുകയാണ്. റബ്ബാണ് പൊട്ടിച്ചു പൂട്ടിനെ. ചില ആൾക്കാർ പറയും, ദൈമൂല്യമരി പറഞ്ഞ് ഇയാൾ ഈ പറഞ്ഞ ചാവിയൊന്നും ഇല്ലാതെ പൂട്ടുറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കൂല്. ചോദിക്കും. അതിനൊക്കപ്പുറത്താണ് ഒരു മനുഷ്യന്റെ മനസ്സ്. ഒരു മനുഷ്യ ഹക്കീം സാർ ഇവിടെ ഉണ്ട്, അയാളോട് ചോദിച്ചാൽ മുപ്പര് പറഞ്ഞുതരും. മുപ്പര് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടോ ഹിപ്നോട്ടിസം എന്നുള്ള പരിപാടി ഉണ്ട്. കണ്ണ് നോക്കിയിട്ട് ആളെ മനസ്സ് മുഴുവൻ പുറത്തു പറയിപ്പിക്കും. മനസ്സതാണ് നമ്മുടെ ഈ ശരീരത്തിലുള്ള ആത്മാവ് എന്നൊരു സംഗതി ഉണ്ട്, അതാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന നന്നായി സ്വലാത്തല്ല. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ ആത്മാവ് യാത്ര പോണതിനെ പറ്റി നമ്മളിന്ന് പറഞ്ഞേനെ. ശരീരവും ആത്മാവും തമ്മിൽ വേർപെട്ടു പോകുന്ന ഒരു രംഗം നമുക്ക് വരാനുണ്ട്. ഈ റൂഹ് വലിയ അത്ഭുതമുള്ള സംഗതിയാണ് അല്ലേ? ഖുർആൻ പറഞ്ഞത് യസ്അലൂനക അനിർ റൂഹ്. ഇനി നേരെ വിഷയത്തിലേക്ക് പോവാം, മനസ്സിലായല്ലോ? ഇനി നേരെ പോവാം, വയലിലേക്ക് അങ്ങനെ പോവാം. പ്രസിഡന്റ്, സെക്രട്ടറി, ഖത്തീബ്, ഉസ്താദ് എല്ലാവരും ഉണ്ട് ഇവിടെ. അല്ലാഹു തആല എല്ലാവർക്കും ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഈ മഹല്ലിനോട് നന്നായി സഹകരിക്കുന്ന, മഹല്ലിന്റെ എല്ലാ സംവിധാനങ്ങളിലും മഹല്ലിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഈ ഉടുമ്പുതല ഉള്ള ആളുകൾ. എനിക്കറിയാം, ഞാൻ ഇവിടെ കുറെ വയലിന് വന്നിട്ടുണ്ട് അല്ലേ?
കുറെ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് ഉടുമ്പുന്തലല്ലേ അല്ലെ? മുട്ടുന്തല. ഇത് മുട്ടുന്തല വേറെ ഉണ്ട് അല്ലേ? ആ, ഉടുമ്പുന്തലല്ലേ, മുട്ടുന്തലയാണ്. മാറിപ്പോണത് രണ്ടോ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ മഹല്ലിലുള്ള എല്ലാ ജനങ്ങൾക്കും നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. മുഴുവൻ വീടുകളിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്നോട് ഇവിടെ വന്നപ്പോൾ തന്നെ ഈ മഹലിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ കാര്യത്തിലും മഹല്ല് കമ്മിറ്റിയുടെ കൂടെ അല്ലേ, എന്താ അതിന് പറയല്, കൂടെ നിൽക്കണതിന് പുതിയ ചെറുപ്പക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, കട്ടക്ക് സപ്പോർട്ട്. യെസ്, മഹല്ലിന്റെ എല്ലാ നല്ല പ്രവർത്തനക്കും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ മഹല്ലുകാരൻ. അൽഹംദുലില്ലാഹ്, ബർക്കത്താണ്. മഹല്ലിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ദീനിന്റെ കൂടെ നിൽക്കാന്ന്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നേരെ ഞാൻ വിഷയത്തേക്ക് പോവാം. ആത്മാവും ശരീരവും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, ആത്മാവാണ്. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ഒരു മനുഷ്യനും അവനെ കണ്ടിട്ടില്ല. ഞാൻ എന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ കണ്ണാടി നോക്കല്ലേ? കണ്ണാടി നോക്കും. കണ്ണാടി നോക്കുമ്പോൾ ഞാൻ കാണും എൻ്റെ മൂക്ക, എൻ്റെ കണ്ണ, എൻ്റെ വായ, ഈ ബാഹ്യമായ ശരീരം. എന്നെ കണ്ടിട്ടില്ലേ? ഞാനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സാധനമുണ്ട്, റൂഹ്. ഹബീബായ നബിയെ, ആളുകൾ അങ്ങയോട് ആത്മാവിന്റെ രഹസ്യത്തെ കുറിച്ച് ചോദിക്കുന്നു. അങ്ങവരോട് പറയണം, ആത്മാവിന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽ പെട്ടതാണെന്ന് പറയണം. അതിൽ ഭൂമിയിലുള്ള ആർക്കും വലിയ അറിവൊന്നും ആത്മാവുമായി ബന്ധപ്പെട്ടത് അല്ലാഹു നൽകിയിട്ടില്ല. ഖുർആൻ അന്ന് പറഞ്ഞ മാതിരി എന്നും ശാസ്ത്രത്തിലെ ശരീരത്തിന്റെ ആരോഗ്യ മേഖലകൾക്ക് ഒരുപാട് ഭാഗങ്ങൾ ശാസ്ത്രത്തിന് കണ്ടെത്താനും പരീക്ഷണ വിധേയമാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാ റൂഹിനെ കുറിച്ച് എന്താണോ മനുഷ്യന്റെ ഉത്ഭവം മുതൽ എന്താണോ മനുഷ്യനെ അറിയാം, അതെന്നെപ്പോഴും അറിയുള്ളൂ. അതിൽ നിന്നൊരു പടി പോലും മുന്നോട്ട് പോകാൻ മനുഷ്യകുലത്തിന് കഴിഞ്ഞിട്ടില്ല. ഹബീബായ നബിയെ, ആത്മാവിനെ കുറിച്ച് ആളുകൾ അങ്ങയോട് ചോദിക്കുന്നു. ആത്മാവിന്റെ റബ്ബിന്റെ രഹസ്യങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. അതിലുള്ള വിവരം, അതിനെക്കുറിച്ചുള്ള അറിവ് അധികമൊന്നും ആളുകൾക്ക് നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ ആത്മാവിന്റെ സ്ഥിതി. ഈ ആത്മാവാണ് ശരിക്കും നമ്മൾ അന്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മളെ അല്ലാഹു തആല നമ്മുടെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച നമ്മുടെ ശരീരം 4 മാസം പാകമാവുന്ന സമയത്ത് 4ാമത്തെ മാസമാകുമ്പോഴാണ്. 4ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ പുണ്യനബി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 120ാമത്തെ ദിവസം. ശാസ്ത്രപ്പ കണ്ടെത്തിണ്ടോ? 120ാമത്തെ ദിവസം, 120ാമത്തെ ദിവസം ഈ ജനിക്കാൻ പോകുന്ന കുട്ടിയിൽ അവന്റെ ലിംഗ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. പെണ്ണായതാണാവാം, ആണ് പെണ്ണും ആവാം. 120ാമത്തെ ദിവസത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. 120ാമത്തെ ദിവസം ഒരു മലക്കിനെ അതിലേക്ക് നിക്ഷേപിക്കപ്പെടും. ആ മലക്ക് വരും. മലക്ക് വന്നിട്ട് ആ ശരീരത്തിലേക്ക് റൂഹോതും. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മൾ റൂഹുകളുടെ ലോകത്ത് നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ റൂഹ് അല്ലാഹു എപ്പോ സൃഷ്ടിച്ചു? നിങ്ങള് നമ്മളെ വല്യാപ്പാനെ സൃഷ്ടിച്ച അന്ന് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മഹാനായ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. സൃഷ്ടിപ്പ് കഴിഞ്ഞ പാടെ ആദം അലൈഹിസ്സലാമിലൂടെ ലോകാവസാനം വരെ വരാറുള്ള എല്ലാ മനുഷ്യരുടെയും ആത്മാവിനെ അല്ലാഹു തആല ഒരു അണുരൂപത്തിൽ സൃഷ്ടിക്കുകയാണ്. എല്ലാവരും സൃഷ്ടിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ അല്ലാഹു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന്. എല്ലാവരും പറഞ്ഞു, ബലാ, നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നുവെന്ന്. ഓർമ്മണ്ടോ? നിങ്ങൾ മിണ്ടില്ലേ? ഓർമ്മണ്ടോ? ആരാണോ ഓർമ്മണ്ട് തന്നെ? ഓർമ്മണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, എവിടെ പ്രസിഡന്റ്? എവിടെ? നിങ്ങൾ മദ്രസ പഠിച്ചിരുന്നോ? പള്ളിക്കൂടത്ത് പഠിച്ചില്ലേ? പഠിച്ചില്ലേ?
നിങ്ങൾ പള്ളിക്കൂടത്ത് പോയിട്ട് രണ്ടാമത്തെ ദിവസം ഉസ്താദ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞെന്ന് എന്താന്ന് ഓർമ്മ ഉണ്ടോ? ഭൂമിയിൽ വന്നതിന് ശേഷമുള്ള എന്നെ ഓർമ്മയില്ല. എന്നിട്ടാ പിന്നെ അല്ലാഹു തആല ആത്മാവിന്റെ ലോകത്തുനിന്ന് ചെയ്തത് പറഞ്ഞത് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മനുഷ്യന്റെ ഓർമ്മയുടെ പരിധി വളരെ കുറവാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് ചൊല്ലിയ ദിക്റല്ലാതെ നിങ്ങൾ ആദ്യം സംസാരിച്ച മലയാളത്തിലെ വാക്കെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റാവുന്നവരെത്രയുണ്ട് ഈ സദസ്സിൽ എന്ന് എനിക്കറിയില്ല. നമ്മളെ ഓർമ്മ അത്ര പരിമിത. ഇങ്ങനൊരു സംഭവം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന്. ഖുർആൻ അന്ന് നമ്മൾ അല്ലാഹു സൃഷ്ടിച്ചു, എന്നിട്ട് നമ്മൾ ആത്മാവിന്റെ ലോകത്തായിരുന്നു. അല്ലാഹു തആല നമ്മെ നിശ്ചയിച്ച, നമ്മെ ഭൂമിയിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരാൻ റബ്ബ് തീരുമാനിച്ച ആ സമയമായപ്പോ അന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മ എന്ന പെണ്ണിൽ നമ്മളെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച ദിവസമായപ്പോ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ച ശരീരമുണ്ട്. ശരീരം നമുക്ക് കൂടാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ കൂടാണ്. ആ ശരീരം സൃഷ്ടിച്ചു പക്വമായി അതിലേക്ക് റൂഹ് ഊതാനുള്ള പാകത വന്നപ്പോ 4-ാമത്തെ മാസമായപ്പോ 120-ാമത്തെ ദിവസമായപ്പോ യുർസലു ഇലൈഹി മലക്കുൻ, ഒരു മലക്ക് വന്നു. ആ മലക്ക് ആത്മാവിന്റെ ലോകത്തുനിന്ന് ഒരു ആത്മാവിനെ പിടിച്ചിട്ട് ഈ ശരീരത്തിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെ ഈ ശരീരം റൂഹുള്ളതായി ഈ ശരീരത്തിലേക്ക് നാം ആകുന്ന ആത്മാവ് കിടക്കുകയാണ്. പിന്നെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ തന്നെ 6 മാസക്കാലത്തോളം പിന്നെയും കിടന്നു. അങ്ങനെ 10 മാസം പൂർണ്ണമാവുകയായി. അതായിരുന്നു നമ്മുടെ 2ാമത്തെ ലോകം. റഹിമു ഉമ്മിഹി, ഉമ്മാന്റെ ഗർഭപാത്രമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. ആ ഗർഭപാത്രത്തിൽ നമ്മുടെ വളർച്ച പൂർണ്ണമായപ്പോ ഭൂമിയിലേക്ക് വരാൻ പറ്റാകുന്ന രീതിയിലുള്ള പക്വത ശരീരത്തിന് കൈവന്നപ്പോ അല്ലാഹു തആല 2ാം ലോകത്ത് നിന്ന് 3ാം ലോകത്തേക്ക് നമ്മൾ നിയോഗിച്ചതാണ്. ഈ 3ാമത്തെ ലോകത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ നിങ്ങളൊക്കെ ഈ 3ാം ലോകത്താണ് ഉള്ളത്. 1ാം ലോകത്തിന്റെ അവസ്ഥ പോലെയില്ല 2ാം ലോകം. 2ാം ലോകത്തിന്റെ അവസ്ഥ പോലെയില്ല 3ാം ലോകം. 3ാം ലോകം കഴിഞ്ഞ് നമ്മൾ 4ാം ലോകത്തേക്ക് 5ാം ലോകത്തേക്കൊക്കെ കടന്നു പോകാനിരിക്കുകയാണ്. 2ാം ലോകത്തിന്റെ സ്ഥിതി എന്താ? 2ാം ലോകത്ത് നമ്മളൊരു ജയിലിനകത്ത് കിടക്കണ പോലെ അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ആർക്കെങ്കിലും തോന്നിയൊന്നും ഇല്ലല്ലോ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കടന്നു ഓർമ്മണ്ടോ? പ്രസിഡന്റിന് ഓർമ്മ? ഒരു പേരെന്തേ? സമതാജിക്ക് ഓർമ്മ ഉണ്ടാവും? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇരിക്കുന്ന ആൾക്കാരോട്, നമ്മളമ്മ എന്നുള്ള ഉറപ്പുണ്ടോ? നമ്മടമ്മ ഉറപ്പുണ്ടോ? ഉറപ്പാ? ആ, എങ്ങനെ ഉറപ്പാണ്? നമ്മളെ ആസ്പാസിലുള്ള ആളുകളൊക്കെ പറഞ്ഞു ഉമ്മ ഉമ്മ ഉമ്മച്ചി ഉമ്മ. അതുകൊണ്ടല്ലേ നമ്മൾ കടന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഓർമ്മയുടെ ചിന്തയുടെ പരിധി എത്രമാത്രം പരിമിതമാണ്, എത്ര പരിമിതമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടായിരുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അമ്മാന്റെ ഗർഭപാത്രത്തിന്റെ അകത്തൊരാൾ വന്നിട്ട് പറയാ, എടോ നിങ്ങൾ ഇങ്ങനൊക്കെ ഒരു ലോകത്തേക്കാ വരാൻ പോണത്. നിങ്ങൾ ജനിക്കാൻ പോകുന്നത് ഉടുമ്പൻതലക്കാണ്. അവിടുത്തെ പ്രസിഡന്റ് സമതാജിയാണ്. അടുത്ത പള്ളിന്റെ കോലം എങ്ങനെ? അവിടെ മദ്രസ ഉണ്ട്, 700 കുട്ടികൾ പഠിക്കണ മദ്രസ. അവിടെ എങ്ങനെ ഇത്ര മീറ്റർ പോയാൽ NH-ലേക്ക് എത്തും. യാത്ര ചെയ്യാൻ ട്രെയിനുണ്ട്, പറക്കാൻ ഫ്ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒരാള് ഗർഭപാത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയാന്ന് വിചാരിക്കാൻ. അന്ന് ഗർഭപാത്രത്തിലുള്ള കുട്ടി എന്താ പറയാ? ഓന്റെ ചങ്ങായി എന്താ ഈ പൊട്ടത്തിലൊക്കെ പറയുന്നത്? കാരണം ഓന്റെ ലോകം അതാണ്. നമുക്ക് നമ്മളോട് ഇന്നത്തെ ആകെ പ്രശ്നം താരങ്ങള് എന്തുകൊണ്ടാ തലമുറ നാശായി പോയത്? ഈ ജീവിതത്തോടു കൂടെ നമ്മുടേതെല്ലാം അവസാനിക്കും എന്ന ഭൗതിക ചിന്തയിലേക്ക് നമ്മുടെ ഉമ്മത്ത് സാവകാശം പോകുന്നുണ്ടോ എന്ന് സംശയിക്കാം. അതുകൊണ്ടല്ലേ വസ്ത്രം മാറി ധരിച്ച, അല്ലേ, പാന്റും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കുട്ടികളോട് ചോദിക്കാം, ഷർട്ടും പാന്റും ഒക്കെ ഇട്ടിട്ട് ആണുങ്ങളെ വേഷം ധരിപ്പിച്ച നമ്മളെ കുട്ടികളോട് ചോദിച്ചു എങ്ങനെയുണ്ട്? ഓ, ദിസ് വളരെ കംഫർട്ടാണ്, ഇതാ ഞങ്ങൾക്ക് വലിയ ആശ്വാസം എന്ന് പെങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയ സംഗതി എന്താ അറിയോ? ഈ ലോകം അല്ലാഹു പരീക്ഷണത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ലോകമാണ്. ഇത് പരീക്ഷണാണ്. സ്കൂളിൽ പോയ ആളമായിരിക്കാൻ സ്കൂളിൽ 1ാം ക്ലാസ് പഠിച്ചു തീരുമ്പോൾ അയാൾ പരീക്ഷ എഴുതണം 2ലേക്ക് പാസ്സാവാൻ.
അല്ലേ? ഇടയ്ക്കിടയ്ക്കിടെ സെമസ്റ്റർ എക്സാമുകൾ ഉണ്ടാവും. ഡിഗ്രിയും PG ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ ഒരു പരീക്ഷയുടെ ലോകമാണിത്, പരീക്ഷണത്തിന്റെ ലോകമാണിത്. എന്താ പരീക്ഷ? അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ എന്നൊരു ഗ്രന്ഥം തന്നിട്ട് പറഞ്ഞു, ഇതിൽ ചില നിയമങ്ങളുണ്ട്, ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ അടുത്ത ജീവിതം നിങ്ങളുടെ സന്തോഷകരമാകും. ഇതിനനുസരിച്ച് ഇതിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ അടുത്ത ജീവിതം ദുഷ്കരമാവും. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. ഞങ്ങൾ തോന്നിയമാരൊക്കെ ചെയ്യും. തോന്നിയമാരി ചെയ്യുന്ന അവനവന്റെ വീട്ടിൽ പറയാൻ പറ്റുമോ? അവനവന്റെ വീട്ടിൽ പറയാൻ പറ്റുമോ? അവനവന്റെ വീട്ടിൽ പറഞ്ഞു നോക്കി, വാപ്പ പുറത്താക്കും. ഞാനിവിടുന്ന് തോന്നിയൊക്കെ ചെയ്യും വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ പറയാം ഇറങ്ങണോന്ന് പറയും. ഈ വിശാലമായ പ്രപഞ്ചം റബ്ബുൽ ആലമീനായ അല്ലാഹു തആല ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുക്കി വെച്ചതാണ്. ഹസിബതും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്. വഅന്നകും ഇലൈനാ ലാ തുർജാ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഗംഭീരമായ ചോദ്യമാണത്. ആരോട്? ഏത് ധിക്കാരിയോടും ചോദിക്കുക, കളിക്കടാ, നീ കളിക്കുന്നതിന്റെ മാക്സിമം കളിക്ക്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, എടാ നീ വിചാരിക്കുന്നുണ്ടോ നീ എന്റെ അടുത്തേക്ക് മടങ്ങി വരൂല? ആരാ? ഏത് ധിക്കാരിയാ പത്തി മടക്കാത്തത്? ആർക്കാ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാ? ആർക്കാ ഞാൻ ഖബറിൽ പോയി കിടക്കൂല എന്ന് പറയാ? ലോകത്ത് വിശ്വാസിയായാലും മതവിശ്വാസിയില്ലെങ്കിലും, മുസ്ലിമായാലും അമുസ്ലിമായാലും ആർക്കും പറയാൻ പറ്റൂല. ഒരാളുടെ ശരീരം മുഴുവൻ തീയിലിട്ട് കരിച്ചു കളഞ്ഞാൽ റബ്ബിന് കിട്ടൂലെന്നോ? ഇത് ശരീരമല്ലല്ലോ ഇവിടെ പ്രസക്തം, ആത്മാവല്ലേ. നമ്മളെന്ന് പറയുന്നത് ആത്മാവാണല്ലോ, നമ്മളെന്ന് പറയുന്നത് ആത്മാവാണ്. എന്താ മരിക്കുമ്പോ സംഭവിക്കുന്നത്? മരിക്കുമ്പോ സംഭവിക്കുന്നത് ആരാണോ ഈ ആത്മാവ് ശരീരത്തിലേക്ക് തന്നത്, ആ റബ്ബ് നമുക്ക് പരീക്ഷണത്തിന്റെ കാലം, പരീക്ഷണത്തിന്റെ കാലം അല്ലാഹു നിശ്ചയിച്ച കാലം കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ജനിച്ചിട്ട് ഒരു സെക്കൻഡ് ഉണ്ടാവുള്ള പരീക്ഷണ കാലം, ഒരപ്പം തന്നെ അല്ലാഹു കൊണ്ടുപോകും. വേറെ ചില ആളുകൾക്ക് 5 വർഷമാ, ചില ആളുകൾക്ക് 10 ചില ആളുകൾക്ക് 20 ചില ആളുകൾക്ക് 40 ചില ആളുകൾക്ക് 80 ഒരു 10 100 വർഷം ഉണ്ടാകും പരീക്ഷണ കാലഘട്ടം. ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞ ഈ ശരീരത്തിലേക്ക് റൂഹ് തന്നതാരാണോ ആ റബ്ബ് തന്നെ ആ റൂഹിനെ കണ്ട് പിൻവലിക്കും. നിങ്ങളുണ്ടില്ലേ തെരഞ്ഞെടുപ്പിന് പോലീസുകാർ വന്നാല്? തെരഞ്ഞെടുപ്പിന് പോലീസുകാർ വരില്ലേ? ഇവിടെ എവിടെ വോട്ട് ചെയ്യില്ല? നിങ്ങൾ മദ്രസയിലാണോ സ്കൂളിലാണോ? സ്കൂളിൽ. നാളെ ഇലക്ഷനാന്ന് കണ്ടാൽ പിറ്റേന്ന് തലേന്ന് വൈകുന്നേരം കാണാം കുറെ പോലീസും വണ്ടിയൊക്കെ കൊണ്ട് വരും. പ്രശ്നബാധിത സ്ഥലമാണ്, ക്യാമറ ഒക്കെ നേരത്തെ കൊടുന്ന് ഫിറ്റ് ചെയ്യും. എന്നിട്ടോ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് പോലെ തെരഞ്ഞു നോക്കിയാൽ കാണൂല, ഡ്യൂട്ടി കഴിഞ്ഞ് പോയതാണ്. അതേപോലെ നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ചൊരു സമയമുണ്ട്, ആ സമയമാണ് കഴിഞ്ഞ നമ്മെ അല്ലാഹു തആല തിരിച്ചു കൊണ്ടുപോകും. അല്ലാഹു ഈ ശരീരത്തിലേക്ക് റൂഹിനെ നിക്ഷേപിക്കാൻ ഒരു മലക്കനെ പറഞ്ഞേ, എന്നാൽ ഈ ശരീരത്തിൽ നിന്ന് റൂഹിനെ തിരിച്ചെടുക്കാനും അല്ലാഹു വേറെ മലക്കനെ പറഞ്ഞേ. ഒരു മലക്കല്ല, 70,000 മലക്കുകൾ എന്ന ഒരു റിപ്പോർട്ടിലുള്ളത്. ഒരു മലക്കല്ല, അസ്റായീൽ എന്ന് പറഞ്ഞാൽ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളുടെ നേതാവാണ്. നേതാവിന്റെ പേര് പറഞ്ഞതാ. നേതാവിന്റെ കൂടെ വേറെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഉമ്മ, ഞാൻ ഈ പറയുന്ന രംഗം ഒന്നുകിൽ നമ്മൾ ഇന്നനുഭവിക്കേണ്ടവരാണ്. ഇന്ന് രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് മരണം അല്ലാഹു നിശ്ചയിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അല്ലാഹു അലം. റബ്ബേ, ഉറങ്ങുന്ന സമയം ഞങ്ങൾ അറിയാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ഈ ആഴ്ച ഈ പാട്ടിൽ നിന്ന്, മുട്ടുംതലയിൽ ഉടുമ്പന്തലയിൽ നിന്ന് ഈ ആഴ്ച ഖബറിലെത്തേണ്ടവർ എത്ര പേരുണ്ട്? അല്ലാഹു അലം. ഈ മാസം മരിക്കേണ്ടവർ എത്രയുണ്ട്? അല്ലാഹു അലം. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നപ്പോൾ തന്നെ പ്രിയപ്പെട്ടൊരു ചെറുപ്പക്കാരനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നിങ്ങളുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞല്ലോ, ആ ചെറുപ്പക്കാരന്റെ പേര് റാഫി എന്നാണ്. ആ സഹോദരന്റെ പേര് റാഫി എന്നാണ്. ആ സഹോദരന്റെ പേര് റൂസിനോടോ അനുബന്ധിച്ചോ മറ്റോ എന്തോ ആണ്ടിനോടനുബന്ധിച്ചു ഭക്ഷണം പാകം ചെയ്തത് വിതരണം ചെയ്യുന്നതിന്റെ ഇടക്കല്ലേ, അതുമായി ബന്ധപ്പെട്ട ജോലികൾക്കിടയിലല്ലേ റാഫി യാത്രയായത്. ഒരു റാഫി മാത്രമല്ല,
ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞപ്പോ നിങ്ങളുമായി പരിചയമുള്ള ഒരാളെ ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം അല്ലേ? അബ്ദുൽ കലാം ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ആളാണ്. മറന്നുപോയിട്ടില്ലല്ലോ നിങ്ങള്? ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ആളാണ്. അഗ്നി എന്ന് പറയുന്ന മിസൈലിന് രൂപകൽപ്പന ചെയ്ത ആളാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ അദ്ദേഹം. അഗ്നി എന്ന മിസൈലിന്റെ പ്രത്യേകത എന്താ? ആ മിസൈൽ അദ്ദേഹത്തിന് പറയാൻ കഴിയായിരുന്നു, ആ മിസൈൽ ഇത്ര സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിക്കാൻ അതിന് കഴിയുമെന്ന്. ഇത്ര സമയം കൊണ്ട് ശത്രു രാജ്യത്ത് ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലങ്ങൾ ആക്രമിച്ച് പ്രഹരശേഷി ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള പ്രഹരശേഷി അതിനുണ്ട് എന്ന് അബ്ദുൽ കലാമിന് പറയാൻ കഴിയുമായിരുന്നു. ഈ താൻ നിർമ്മിച്ച അഗ്നി എന്ന മിസൈലിന്റെ വേഗതയും ആയുസും പറയാൻ പറ്റിയ അബ്ദുൽ കലാമിന് തന്റെ ആയുസ് പറയാൻ പറ്റിയില്ല. മൂപ്പരിങ്ങനെ ഉപന്യാസം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മൂപ്പരുടെ ആയുസ് പറയാൻ പറ്റിയിരുന്നുവെങ്കിൽ മൂപ്പര ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം കണ്ട വലിയ കഴിവുള്ള ആളുകൾ വരെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മഫാതീഹുൽ ഗൈബി ഖംസ്. നമ്മൾ ഈ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മാത്രം അതൊരു മനുഷ്യൻ എന്നാവാണ്. മഫാതീഹുൽ ഗൈബി ഖംസുൻ, ആർക്കും അറിയാത്ത അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ അഞ്ചാണ്. ലാ യഅലമുന്ന അഹദുൻ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അത് പറയാൻ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബ ഹദീസിൽ പറയുന്നുണ്ട്, ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്. നാളെ പല സ്ഥലത്തും പോകണമെന്ന് തീരുമാനിച്ചോല്ലോ. ഇവിടെ സ്കൂൾ നാളെ തുറക്കുകയാണെങ്കിൽ മോളെ നമുക്ക് അന്ന് മങ്ങലുള്ളതുകൊണ്ട് ടൂറിന് പോകാൻ പറ്റിയില്ലല്ലോ, ആ ടൂർ ഒരു ദിവസം ലീവ് എടുത്തിട്ട് നാളെയാക്കും, അങ്ങനൊക്കെ തീരുമാനിച്ചോല്ലേ. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാന്ന് പറയാൻ ഒരാൾക്കും പറ്റൂല. ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ എന്തൊക്കെയാണ് നടക്കുക എന്നോ അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും പറയാൻ പറ്റൂല. അങ്ങനെ ഇപ്പൊ അടുത്ത് ഖത്തറിൽ പോയപ്പോൾ ഒരാളോട് പറഞ്ഞു, സാധേ ഭാര്യക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, ചൊവ്വാഴ്ച ഓപ്പറേഷൻ ഒക്കെ നിശ്ചയിച്ചതാ ഡോക്ടർ. പക്ഷേ ഈ പെണ്ണിന് ശനിയാഴ്ച സുബൈക്ക് എന്തായിരുന്നെങ്കിൽ വേദന തുടങ്ങി, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഡോക്ടർ അവിടെ ഇല്ലാത്തതുകൊണ്ട് കേസിലായി, പെണ്ണ് പ്രസവിച്ചും ചെയ്തു. ആ പെണ്ണ് പ്രസവിച്ചു. ഇന്നത്തെ പെണ്ണുങ്ങളെ വിഷയം എന്താ അറിയോ? ഇവർക്ക് തവക്കുലില്ലല്ലോ. ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്. ഒരാൾ തന്റെ കാര്യം റബ്ബിനെ ഏൽപ്പിച്ചാൽ അല്ലാഹു മതിയവനെ എന്ന് ഖുർആൻ. ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാ നടക്കുന്നത് എന്ന് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനല്ലാതെ പറഞ്ഞു തരാൻ പറ്റൂല. അല്ലാഹുവല്ലാതെ ഒരാൾക്കും അറിയില്ല. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, വലാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമാത്. ഒരു ശരീരത്തിനും പറയാൻ പറ്റൂല ശരീരം എവിടെ വെച്ചാണ് മരിക്കാന്ന് പറയാൻ പറ്റൂല. ഇതുതന്നെയാണ് മരണത്തിൽ നമ്മളെ വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. നമുക്ക് അല്ലാഹു തന്ന ആയുസ്സങ്ങ് തീർന്നാൽ ആ തീരുന്ന സമയമാകുമ്പോഴേക്ക് വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. അതിന് കാരണങ്ങളൊന്നും വേണമെന്നില്ല. സദേ അയാൾ മരിച്ചത് ഒരു രോഗവും അയാൾക്കില്ലായിരുന്നു അല്ലേ? വലിയ വലിയ ഫുട്ബോളർമാർ മരിക്കുന്നില്ല. എപ്പോഴാ? കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഓൾക്ക് ബ്ലോക്ക് ഉള്ളതുകൊണ്ടാവും. ഒരു ബ്ലോക്കും ഇല്ല. അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക്. ആയുസങ്ങ് തീർന്നാൽ വാനലോകത്തുനിന്ന് അസ്റായീൽ, അവരൊക്കെ പറയണേ എങ്കുങ്ങൾക്കും വരാൻ പോണ ചില രംഗങ്ങൾ പറയാണ്. അസ്റായീൽ അലൈഹിസ്സലാം അങ്ങനെ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് നമ്മുടെ തലയുടെ ഭാഗത്ത് വന്നിരിക്കും. മരണം സംഭവിക്കുമ്പോ എന്താ നടക്കുന്നത് കേട്ടോളൂ. തലയുടെ ഭാഗത്ത് വന്നിരിക്കും. അപ്പോഴേക്കതാ അസ്റായീലിന്റെ കൂടെയുള്ള മലക്കുകൾ ഈ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ചുറ്റുഭാഗത്തും വന്നിരിക്കുകയാണ്. അല്ലാഹു തആല നൽകിയ സമയം കഴിഞ്ഞു. 46 വയസ്സ് 24 ദിവസം
46 വയസ്സ് 3 മാസം 24 ദിവസം 18 മണിക്കൂർ 24 മിനിറ്റ് 32 സെക്കൻഡ് കൈനോട് കൂടെയതാ അസ്റായീൽ കൂടെയുള്ള മലക്കുകളോട് പറയുന്ന, മലക്കുകളെ സമയം കഴിഞ്ഞിരിക്കുന്നു, റൂഹ് പിടിച്ചോളാം. അപ്പൊ ഇയാളുടെ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളില്ലേ 4 സംഘങ്ങളായി മാറും. ഒരു മലക്കല്ല 70,000 മലക്കുകൾ. ആലോചിച്ചോക്കന് ശരിക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഒരു മനുഷ്യന് വല്ലതും വേണോ? അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അക്തിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്. ചെറുപ്പക്കാരാ, തമ്മാടിത്തരം ചെയ്യാൻ തോന്നുമ്പോ എന്റെ പെങ്ങളെ, രാത്രി തന്റെ വീട്ടിന്റെ അറക്കകത്ത് ഭർത്താവില്ല, ഭർത്താവ് വിദേശ രാജ്യങ്ങളിലാണ്, വാട്ടിൽ തന്റെ വീട്ടിന്റെ അകത്ത് അറയിൽ കിടന്നിട്ട് അന്യപുരുഷനോട് സല്ലപിക്കണോ, നിന്നെ മനസ്സ് നിന്നോട് മന്ത്രിക്കുമ്പോ അക്തിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, അടുത്ത സെക്കൻഡിൽ എന്റെ അടുത്ത് അസ്റായീൽ വരാമെന്ന് ചിന്തിച്ചാൽ മതി എന്ന്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്റായീൽ അലൈഹിസ്സലാം പറയും റൂഹ് പിടിക്കാൻ. ആ സമയം ചുറ്റുഭാഗത്തും നിൽക്കുന്ന മലക്കുകൾ 4 സംഘങ്ങളായിട്ട് അങ്ങ് തിരിയും. ഒന്നാമത്തെ സംഘം മലക്കുകളതാ കാലിന്റെ തള്ളവരലേക്ക് ഇറങ്ങുകയാണ്. കാലിന്റെ തള്ളവരിലേക്ക് ഇറങ്ങോ. ഇറങ്ങിയിട്ട് അയാളുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിൽ നിന്നും, നിങ്ങൾക്ക് തോന്നില്ലേ 70,000 മലക്കൾ എന്തിനാ? മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കായ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ആ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും മലക്കങ്ങിറങ്ങിയിട്ട് ഓരോ കോശങ്ങളിൽ നിന്നും റൂഹിനെ ഇങ്ങനെ ഞെക്കിപ്പിഴുതെടുക്കുകയാണ്. ഇങ്ങനെ പിടിച്ചു പഠിക്കാൻ തുടങ്ങോ. ഒന്നാം സംഘം മലക്കുകൾ എങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് കുടിച്ചുകൊണ്ടുവന്ന് മുട്ടിലേക്ക് റൂഹെത്തുകയാണ്. മുട്ടിലേക്ക് റൂഹെത്തിയാൽ ഒന്നാം സംഘം അങ്ങ് മാറുകയായി. പിന്നെ 2ാം സംഘം മലക്കുകൾ ഇറങ്ങുകയാ. കാലിന്റെ മുട്ട് മുതൽ പിന്നെ അവരാ റൂഹ് പിടിക്കുന്നത്. പിടിച്ചു വലിക്കാണ് അവർ ഓരോ കോശങ്ങളിൽ നിന്നും. വല്ലാത്ത വേദനയാകും. അപ്പൊ അസഹ്യമാകും വേദന. റൂഹ് 2ാം സംഘം മലക്കുകൾ റൂഹിനെ കൊണ്ടുവന്ന് ഊരയിലേക്ക് എത്തിക്കുകയാണ്. ഊരയിലേക്ക് എത്തിയാൽ 2ാം സംഘം അങ്ങ് മാറുകയായി. പിന്നെ 3ാം സംഘം മലക്കുകൾ വരികയാണ്. 3ാം സംഘം മലക്കുകൾ വന്ന് ഊര മുതൽ റൂഹിനെ പിടിച്ചു വലിക്കുന്നു. അപ്പോഴേക്കതാ വല്ലാത്ത അസ്വസ്ഥത, വയറിൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥത, നെഞ്ചിന്റെ അകത്തെന്തോ ഭാരം വെച്ച പോലെ, ശരീരത്തിന്റെ ഇരുഭാഗങ്ങളും കൊളത്തിട്ട് വലിക്കുന്ന പോലെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ നെഞ്ചിലേക്ക് എത്തിക്കുകയാണ്. അപ്പോഴാ ഇയാൾക്ക് ടോയ്ലറ്റിലൊന്ന് പോകണമെന്ന് തോന്നുന്നത്. കാലെടുത്ത് നോക്കുന്നു, അനങ്ങുന്നില്ല. മക്കളെ, ഉപ്പാക്ക് ടോയ്ലറ്റിനൊന്ന് പോകണോ? എന്താണെന്നറിയോ? മരണത്തിന്റെ വേദനയാണത്. മക്കൾ താങ്ങി പിടിച്ചു കൊണ്ടുപോയി വെക്കുകയാണ്. ടോയ്ലറ്റിൽ മലം വിസർജിച്ചിട്ടില്ല, മൂത്രമൊഴിച്ചിട്ടില്ല. വീണ്ടും കൊണ്ടുപോയി കിടത്തുകയാണ്. അപ്പോഴേക്കതാ 4ാം സംഘം മലക്കുകൾ ഇറങ്ങിയിട്ട് നെഞ്ചു മുതൽ റൂഹിനെ പിടിച്ചു വലിക്കുകയാണ്. അവർ നെഞ്ചിലൂടെ പിടിച്ചു വലിക്കുന്നു. ശരീരത്തിന്റെ എല്ലാ അംശങ്ങളിലും ഞെക്കി ഞെക്കി പിഴുതെടുക്കുകയാണ് അവർ. ധിക്കാരിയാണോ എങ്കിൽ റൂഹിനെ പിടിച്ചെടുത്ത് തൊണ്ടൻ കുഴിയിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. തൊണ്ടൻ കുഴിയിലേക്ക് അങ്ങെത്തിയാൽ 4ാം സംഘം മലക്കുകൾ മാറുന്നു. അപ്പോഴേക്ക് അയാളുടെ വലത് കൈ ഇങ്ങനെ കുഴയുന്ന പോലെ, ഇടത് കൈയിൽ എന്തോ അസ്വസ്ഥത പോലെ, നെഞ്ചത്തെന്തോ ഭാരം വെച്ച പോലെ, വല്ലാത്ത ദാഹം അനുഭവപ്പെടുന്ന പോലെ, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ. അപ്പോഴാ പറയുന്നത്, മക്കളെ, ഉപ്പാക്ക് നെഞ്ചുവേദനയാകുന്നുണ്ട്. അത് അറ്റാക്കിന്റെ വേദനയല്ല, അത് അസ്റായീൽ റൂഹ് പിടിക്കുന്ന വേദനയാണ്. റൂഹ് തൊണ്ടൻകുഴിയിലേക്ക് അങ്ങ് എത്തിച്ചു കഴിഞ്ഞാൽ 4ാം സംഘം മലക്കുകൾ മാറുകയായി. അപ്പോഴേക്കതാ തലയുടെ ഭാഗത്ത് അസ്റായീൽ ഇരിക്കുന്നുണ്ട് അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം തൊണ്ടയിലെത്തിയ റൂഹിനെ ഒരൊറ്റ പിടിച്ചു വലിയാണ് അസ്റായീൽ. റൂഹ് തൊണ്ടൻകുഴിയിൽ നിന്നതാ പിടിച്ചു വലിക്കുമ്പോഴാണ് വേദന അസഹനീയാകുമ്പോ നമ്മൾ കരഞ്ഞു പോകുന്നത്. മരണപ്പെടുന്ന
ഏത് മയ്യത്തും നിങ്ങൾ കണ്ടില്ലേ, മരണമടഞ്ഞു കഴിഞ്ഞാൽ വാ തുറന്നു പിടിച്ചിട്ടുണ്ടാവും. എന്താണ് വാ എങ്ങനെ തുറന്നു പിടിച്ചത്? വേദനയാകുമ്പോഴുള്ള കരച്ചിലിന്റെ ശബ്ദം പുറത്തു വരുന്നില്ല. കരച്ചിലിന്റെ ശബ്ദം എങ്ങാനും പുറത്തു വന്നിരുന്നെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ആ ശബ്ദം കേൾക്കുന്നവരാ കരച്ചിൽ കേൾക്കുന്നവർ മുഴുവൻ ഹൃദയം പൊട്ടി മരിച്ചു പോയേനെ. അള്ളാഹുവിന്റെ കരുണയാണത്. കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ണെങ്ങനെ മേലോട്ട് തുറിച്ചു നോക്കുന്നത് എന്താ? ഏത് ഭാഗത്തുകൂടെയാണോ അല്ലാഹു തആല റൂഹിനെ ശരീരത്തിലേക്ക് നിക്ഷേപിച്ചത്, മൂർധാവിലൂടെയാ, അതേ തരത്തുകൂടെയാണ് മലക്ക് ആത്മാവിനെ തിരിച്ചു കൊണ്ടുപോകുന്നത്. പോണ പോക്കിലുള്ള നോട്ടമാണത്. ഏത് മയ്യിത്തുങ്ങൾ കണ്ടിട്ടില്ലേ? മരിച്ചാൽ കണ്ണെങ്ങനെ മേലോട്ട് തള്ളി നിൽക്കാ. ആത്മാവേ, നീ എന്നെ വിട്ടുപോവുകയാണോ എന്നാ ശരീരത്തിന്റെ ദുഃഖത്തോടെ ഉള്ള ചോദ്യമാണത്. ഈ റൂഹുമായി മലക്കങ്ങ് പിരിഞ്ഞാൽ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളുടെ കയ്യിലുണ്ടാകും മുഅ്മിനാണ് ഈ മരിക്കാൻ പോകുന്ന ആണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാട ഉണ്ടാകും. മോശപ്പെട്ട ആളാണ് മരിക്കുന്നത് എങ്കിൽ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പടങ്ങളാണ് ഉണ്ടാവുക. മുഅ്മിനാണോ മരിക്കുന്നത്, ഈ റൂഹങ്ങ് പിടിച്ചിട്ട് ഈ മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാം ചുറ്റുഭാഗത്തുമുള്ള മലക്കുകളുടെ കീഴിൽ കൊടുക്കുകയാണ്. അവർ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാടയിൽ ഈ റൂഹിനെ പൊതിഞ്ഞിട്ട് അവരത് ആകാശലോകങ്ങളിലേക്ക് കയറുകയാണ്. ശ്രദ്ധിക്കണേ, മരണാനന്തരം വരാനിരിക്കുന്ന അത്ഭുത ലോകങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇതെല്ലാം. നമ്മൾ കൊടൈക്കനാലിൽ പോയി കാണുന്ന ഭൂമി വഴിയല്ല ഇനി വരാൻ പോണ ലോകം. നമ്മൾ ടൂർ പോയാൽ കാണുന്ന ലോകങ്ങൾ പോലെയല്ല. ആത്മാവുമായി മലക്കേടതാ മേലോട്ട് കയറുകയാണ്. ധിക്കാരിയായ ആളാണെങ്കിലോ അയാളുടെ ആത്മാവിനെ കരിമ്പിടങ്ങളിലാണ് പൊതിയുന്നത്, നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പിടങ്ങളിൽ. എന്നിട്ട് ആ മലക്കുകൾ ആകാശത്തിലേക്ക് കയറാം. അല്ലാഹുവേ, ഞങ്ങളെ നീ മുഅ്മിനീങ്ങളിൽ പെടുത്തി തരണേ റബ്ബേ. അങ്ങനെ അതാ മലക്കുകൾ ആകാശത്തിന്റെ കവാടത്തിനടുത്തെത്തുകയാണ്. മുഅ്മിന്റെ ആത്മാവുമായ മലക്കുകൾ പോകുന്നത് കവാടത്തിലെത്തിയിട്ട് കവാടത്തിന് മുട്ടുകയാണവർ. അവർ പറയുന്നു, ഡോറൊന്ന് തുറന്നു തരുമോ? മറുഭാഗത്തുനിന്ന് ചോദ്യന്മാരുടെ ആത്മാവാൻ. ഭൂമിയിൽ നിന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഏറ്റവും നല്ല പേര് കൊണ്ടാണ് അയാളെ പരിചയപ്പെടുത്തുക. അപ്പോഴേക്കതാ ആകാശത്തെ കാക്കുന്ന മലക്കുകൾ ഡോറ് തുറന്നു കൊടുക്കാൻ ഈ മുഅ്മിനിന്റെ ആത്മാവുമായി മലക്കഥ ഒന്നാം ആകാശത്തിലേക്ക് കയറുന്നു. അവിടെ നിന്ന് രണ്ടാം ആകാശം, മൂന്നാം ആകാശം, എല്ലാ ആകാശങ്ങളുടെയും കവാടത്തിൽ ചെന്ന് തുറക്കാൻ അവർ ആവശ്യപ്പെടും. മുഅ്മിനിന്റെ ആത്മാവാകുമ്പോ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും. എന്നിട്ടത് അവരെ കയറി പോവാം. മലക്കുകൾ ആത്മാവുമായി ഏഴാകാശത്തിന് മുകളിലേക്ക് ചെന്നാൽ അവിടെ ഒരു ലോകമുണ്ട് എൻ്റെ സഹോദരങ്ങളെ. ആ ലോകത്തിന്റെ പേരാ ഇല്ലീൻ. ഇല്ലീൻ എന്ന് പറഞ്ഞൊരു ലോകമുണ്ട് അവിടെ. ഇല്ലീൻ എന്നാണ് ആ ലോകത്തിന്റെ പേര്. ഭൂമിയിൽ നിന്നും മരിച്ചു ചെല്ലുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഇല്ലീനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഉടുമ്പതലയിൽ ഇന്നൊരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, അയാൾ മുഅ്മിനാണ്. അയാളുടെ ആത്മാവായിട്ട് മലക്കുകളതാ ഇല്ലീനിലേക്ക് പോവാൻ. ഇല്ലീനിലേക്ക് അങ്ങ് കയറുമ്പോഴേ ഇയാളെ പരിചയമുള്ള ഇതിന് മുമ്പേ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുണ്ടാകും ഉടുമ്പന്തലയില്ലേ. ഇയാളങ്ങനെ കാണുമ്പോ അതോ അബൂബക്കർ ഹാജി വന്നല്ലോ, അസ്സലാമു അലൈക്കും. അബൂബക്കർ ദുബായിൽ പോണമായിരുന്നേ അല്ലേ? ഇവിടുന്ന് ഒരു പുതിയ ആൾ ദുബായി പോവാണെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയില്ല നമ്മൾ വരുന്നുണ്ട്. മറ്റത് വിളിച്ചു പറയാനൊന്നും കഴിയൂല. എന്റെ കുട്ടീനാട് പറഞ്ഞേക്കണ്ടേ. അപ്പൊ ഓനെ സ്വീകരിക്കാൻ ഉടുമ്പതിലുള്ള എല്ലാവരും കൂടി വന്നിട്ട് ഓനെ സ്വീകരിച്ചു കൊണ്ടുപോയി. ഇല്ലീനിലേക്ക് നമ്മൾ അങ്ങ് ചെല്ലുമ്പോ മുഅ്മിനാണോ അവനെ നേരത്തെ പരിചയമുള്ള എല്ലാവരും കൂടെ ഒത്തുചേരും, അവന് സ്വീകരണം കൊടുക്കും. കേട്ടോ, ഒരു നാട്ടിലെ വിവരങ്ങളൊക്കെ ചോദിക്കുന്ന. അപ്പൊ ചോദിക്കുക, പള്ളിക്ക് സീറ്റിട്ടോ? ഞാൻ വരുമ്പോ പള്ളിന്റെ പണി ഇങ്ങനെ നടക്കണ്ടെന്തായി? ഹൗദിന്റെ പണി കഴിഞ്ഞോ? അയാൾ പറയും പള്ളി ഉദ്ഘാടനം ചെയ്യൂ. ആരാ? ഹൈദർ ഇതങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്തു. ഓ, പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പൊ ഒരു വയൽ നടക്കുന്നുണ്ട്. ആ വയലിന്റെ ഇടക്കാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്തിനാ? മദ്രസൊക്കെ മുറ്റൊക്കെ ഇന്റർലോക്ക് ഇടാൻ, ഷീറ്റിടാൻ. അതേപോലെ അൽബിർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അൽബിർ ഉണ്ടാകുന്നതിന് മുമ്പ് പോയതെങ്കിൽ വലിയ ആൾ പറഞ്ഞു കൊടുക്കും.
അൽബിർ എന്ന് പറഞ്ഞ സമസ്തക്ക് കീഴിൽ നല്ലൊരു സംവിധാനം വന്നിട്ടുണ്ട്. എന്താ, കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് ഒരു തോന്നണമായ ഇസ്ലാമിക ജീവിതമില്ലാത്ത ചുറ്റുപാടിലേക്ക് പോകുമ്പോ അതിൽ നിന്നവരെ രക്ഷപ്പെടുത്താൻ നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള സംവിധാനം പോലിങ്ങനെ കേൾക്കും. നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. 2 ക്ലാസ് ഉണ്ട്. കമ്മിറ്റിക്ക് ഒരു പദ്ധതി ഉണ്ട്, അതിനൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ. ചർച്ച അവിടെ നടക്കുന്ന ഇല്ലിയിൽ നടക്കുമെന്ന് പഠിച്ചോനെ ഞങ്ങളെ ഇല്ലിയിൽ എത്തിച്ചേരണേ അല്ലാ. ആമീൻ പറയും. റബ്ബേ ഞങ്ങളെ ഇല്ലിയിൽ എത്തിച്ചേരണേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പൊറുത്തു തരണേ അല്ലാ. രണ്ടാമതൊരു രോഗമുണ്ട്. അപ്പൊ ഇയാൾ ഇല്ലിയിലെത്തുകയാണ്. ഇല്ലിയിലെത്തുമ്പോഴേക്ക് അവിടെ നിന്ന് അരശരീരി കേൾക്കുകയാ, കിതാബ അബ്ദി ഫി ഇല്ലീൻ വർജിഉ ഇല ദുനിയ ഫഇന്നി ഖലഖതുഹു മിൻഹാ വഫീഹാ ഉഈദുഹു വമിൻഹാ ഉഖ്രിജുഹു താറതൻ ഉഖറാ. എന്റെ അടിമയുടെ കിതാബ് നിങ്ങൾ ഇല്ലീനിലേക്ക് പെടുത്തണം. വർജിഉ ഇല ദുനിയ, അവനെ നീ ദുനിയാവിലേക്ക് മടക്കണം. നിങ്ങൾ അവനെ ദുനിയാവിലേക്ക് മടക്കണം. ഫഇന്നി ഖലഖതുഹു മിൻഹാ, മണ്ണിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത്. വഫീഹാ ഉഈദുഹു, ഭൂമിയിലേക്ക് ഞാൻ അവനെ മടക്കും. മണ്ണിലേക്ക് തന്നെ ഞാൻ അവനെ മടക്കും. വമിൻഹാ ഉഖ്രിജുഹു താറതൻ ഉഖറാ, ഒന്നുകൂടെ ഞാൻ അയാളെ ഭൂമിയിൽ നിന്ന് തിരിച്ചു മടക്കുമെന്ന്, പുനർജന്മം ചെയ്യുമെന്ന് അല്ലാഹു പറയാം. അപ്പോഴേക്ക് ഈ മരിച്ചു കിടക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് അയാളെ മയ്യിത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യിത്ത് കട്ടിൽ അയാൾ എടുത്തു വെച്ച് ആളുകളെല്ലാം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരോടെ പള്ളിയിൽ ചെന്നു അയാളുടെ മേൽ മയ്യിത്ത് സ്കരിച്ച് മയ്യിത്തുമായി നേരെ ഖബർസ്ഥാനിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ മയ്യിത്തെടുത്ത ഖബറിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുകയാണ്. താഴ്ത്തി വെച്ചിട്ട് അവർ മൂടുകല്ലെടുത്ത് ഇങ്ങനെ വെക്കുകയാ. അപ്പോഴേക്കതാ ഈ ആത്മാവ് നേരെ വന്ന് ഈ ശരീരവുമായി ടച്ചാവാൻ. സാധേ ഞങ്ങളെ ഖബറിന്റെ അടുത്തുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ കണ്ടില്ലല്ലോ. ചങ്ങായേ ഇജ്ജ് കണ്ടില്ലെന്നോ? നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിന്റെ ആത്മാവ് വരുന്നത് നിന്റെ ഉമ്മ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. കാണാത്ത പരിപാടിയാണിത്. നമ്മൾ ഭൂമിക്ക് വരുമ്പോൾ ഉമ്മ കണ്ടിട്ടില്ല. ഉമ്മ സ്കാൻ ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞ് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല. 5-ാം മാസം ഒന്നുകൂടെ സ്കാൻ ചെയ്തിട്ട് വെളിച്ചത്തൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല. 6-ാം മാസം നോക്കിയിട്ട് പറഞ്ഞു ജീവനില്ല. 6-ാം മാസം നോക്കിയിട്ട് പറഞ്ഞു ജീവൻ. ഇത് ഉമ്മ അറിയണ്ടോ? ഈ റൂഹ് വരുന്നത് അറിയണ്ടോ? ഗർഭപാത്രത്തിൽ വെച്ചൊരു കുട്ടി മരിക്കുമ്പോ ആ റൂഹ് പോണത് ഉമ്മ അറിയണ്ടോ? ഇല്ല. ചലനമില്ലാതാവുമ്പോ സംശയം കുടുങ്ങിയിട്ട് ഡോക്ടറോട് പറയുമ്പോ സ്കാൻ ചെയ്ത് നോക്കുക. ആത്മാവ് നേരെ വരികയാണ്. നേരെ വന്നിട്ട് ഈ ശരീരവുമായി ടച്ചാവാൻ. അതാണല്ലോ ഇന്നത്തെ ചില കുട്ടികളൊക്കെ പറഞ്ഞതാ, അതൊന്നും നമ്മൾ കാണില്ല, അതുകൊണ്ടൊന്നും ഉണ്ടെന്ന് വിശ്വസിക്കാനൊന്നും പറ്റൂല. ചങ്ങായിമാരെ, വേണമെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം അടിച്ചു പൊളിച്ചോളൂ. ഈ മൊയ്ലിയാമാര് വന്നിട്ട് ഇങ്ങനെ നാളുണ്ട് 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 എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുത്താണ് നമ്മളെ. നിങ്ങൾ കണ്ടില്ലേ ചാനൽ ചർച്ചയിൽ പോലും കുട്ടി ചില ആളുകൾ പറഞ്ഞതാ തലേ കെട്ടാനാണ് ഈ ഉമ്മത്തിനെ ഭയപ്പിക്കണത്. അല്ല, തലേ കെട്ടാനാണ് സത്യസന്ധമായ അല്ലാഹുവിന്റെ ദീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജീവിതം ഇതല്ലേ, നാളെ വരാനുള്ള ജീവിതമാണ് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കണേ. ഇതാണ് ഖുർആൻ പറഞ്ഞതിന്റെ ആകത്തുക. ഇതാ ലോകത്ത് വന്ന 1,24,000-ഓളം പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത പരിശുദ്ധ ദീനിന്റെ ആകത്തുക ഇതാണ്. സൂക്ഷിച്ച് ജീവിക്കണേ, സൂക്ഷിച്ച് ജീവിക്കണേ. തോന്നിയ പോലെ ജീവിക്കല്ലേ. ഇന്നത്തെ കുട്ടികൾ 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കാണ് വിവാഹപ്രായം എന്ന് പറഞ്ഞപ്പോഴേ നമ്മളെ കുട്ടികളോട് ചോദിച്ചപ്പോൾ പറയേണ്ടിയിരുന്നു എന്ത്? ഞങ്ങളുടെ ദീൻ ഈ വിവാഹത്തിനൊരു പ്രായമൊന്നും നിശ്ചയിക്കാതിരുന്നത്. അതൊക്കെ അവനവന്റെ ഇഷ്ടപ്രകാരം ചെയ്യാം, അല്ലെ? ഇഷ്ടപ്രകാരം ചെയ്യാം എന്ന് കരുതിയാം. മാത്രമല്ല ഇസ്ലാം വിവാഹത്തെ കാണുന്നത് ലൈംഗികമായ അടിത്തറയിലല്ല, സുരക്ഷിതത്വമാണ് അതിന്റെ അടിത്തറ. അത് പറഞ്ഞു കൊടുക്കേണ്ടി നമ്മുടെ കുട്ടികളൊരു സുഖമാണ്. 21 വയസ്സായ നന്നായി പഠിക്കാം, സ്വതന്ത്രമായി പഠിക്കാം. കുട്ടികളെ, നിങ്ങളോട് ആരാ പഠിക്കണ്ടെന്ന് പറഞ്ഞത്? മരണം വരെ പഠിച്ചോളൂ എന്ന് പറഞ്ഞ ദീനാണ് ഈ ദീൻ. മരണം വരെ പഠിച്ചോളൂ. അല്ലാഹുവേ, ബോധം നൽകണേ റബ്ബേ, ബോധം നൽകണേ അല്ലാ. ഉപ്പാരെ ഉമ്മാരെ നമ്മളങ്ങനെ നോക്കിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
എന്താ പോലത്തെ നിയമം എന്നറിയോ? നമ്മളെ മോള് ഒരുത്തന്റെ കൂടെ റൂം എടുത്ത് ഇങ്ങനെ താമസിക്കാം, വാപ്പാക്ക് മുണ്ടാൻ പറ്റൂല. 18 വയസ്സായി കഴിഞ്ഞ മോളാണോ, മിണ്ടിയ വാപ്പ ജയിലിലാണ്, മിണ്ടിയാൽ ഉമ്മ ജയിലിലാണ്. അപകടം പിടിച്ച കാലമല്ലേ. എന്തേ വഴിയുള്ളൂന്നറിയാ? അല്ലാഹുവിന്റെ തഖ്വയിൽ മക്കളെ ജീവിപ്പിക്കൽ മാത്രമാണ്, തഖ്വ പഠിപ്പിക്കൽ മാത്രമാണ് അവരുടെ ജീവിതത്തെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഏകമാർഗം. ഉച്ചനീചത്വങ്ങളിൽ നീ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അങ്ങനെയതാ റൂഹ് ശരീരവുമായി ബന്ധപ്പെടുകയാണ്. റൂഹ് ശരീരം ടച്ചാവും. അപ്പൊ എന്താ സംഭവിക്കാറ് നിങ്ങള്? അവിടെ ഇല്ലിയിലൊരു ടച്ച് ഉണ്ടാവും, ഇവിടെ ഒരു ടച്ച് ഉണ്ടാവും. എങ്ങനെ ഉത്സാഹം നടക്കുക? ഞാനിപ്പോ ഉടുമ്പനിലല്ലേ, പക്ഷെ എന്റെ വീട് എത്തിക്ക് ഒരു ടച്ച് ഉണ്ട്, ഉണ്ടാവും. നിങ്ങൾ മുണ്ടല്ലേ ഉണ്ടേ ഇല്ലാന്നോ? ഉണ്ടേ. നിങ്ങൾ കണ്ടില്ലേ ചില ആളുകൾ അത് നമ്മുടെ മനസ്സുമായിട്ട് നല്ല ബന്ധം ഉണ്ടായ മനസ്സിലാവും. ഒരു രാത്രി വല്ലാത്ത അസ്വസ്ഥത. മൊയ്തീൻകുട്ടി എന്താണെന്ന് മനസ്സിലാവില്ലേ? ഒരു എന്നിട്ട് അവന് ഫോൺ എടുത്തിട്ട് ദുബായിന്ന് ഞാൻ എൻ്റെ ഓക്കൊന്ന് വിളിച്ചോക്കട്ടെ. കൈസു എന്ന് വിളിച്ചപ്പോൾ തന്നെ കൈസു കരുണ കേൾക്കണം. എന്താ? വാപ്പ മരിച്ചുപോയി. ഒരു ടച്ച് ഉണ്ടാവും മനസ്സിന്. നമ്മുടെ വീടുമായി കുടുംബവുമായി എങ്ങനെ അറിയോ? കുടുംബത്തോട് സ്നേഹമാണോ? ചങ്ങായിമാരെ ചങ്കിന്റെ കൂടെ നടക്കണമെന്നാണെങ്കിൽ ചങ്കിന് എന്തെങ്കിലും പറ്റുമ്പോഴേ തോന്നുള്ളൂ. ഒരു ടച്ച് ഉണ്ടാവും. ഇനിയിപ്പോ അതൊന്നുമല്ലേ, ഞാൻ പറഞ്ഞു എവിടെയാണെങ്കിലും എനിക്കൊരു ടച്ച് എന്നെ ബന്ധപ്പെടുത്തുന്ന സംഗതിയായത്. ഏത് സമയത്തും എന്റെ വീട്ടിലേക്കുള്ളൊരു ടച്ചാണിത്. അപ്പൊ ഈ ആത്മാവ് ഇല്ലിയിലും അതേപോലെ ഖബറിലും ഒരു ടച്ച്, ഇല്ലിയിലൊരു ടച്ച്. എങ്ങനെ ഉസ്താദെ എന്ന് പറയണമെങ്കിൽ മരിക്കണം എന്നാലേ തിരിയുള്ളൂ. അതന്നല്ലേ അള്ളാഹു പറഞ്ഞത്, യസ്അലൂനക അനിർ റൂഹ്. നമ്മളെ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവായിട്ട് മോചിതമായ സ്ഥിതി എന്താ? നിങ്ങള് ആത്മാവ് ഇങ്ങനെ പറന്നു നടക്കുകയായിരിക്കും. അതാണ് ആത്മാവിന്റെ സ്വഭാവം. ഖുർആൻ പറഞ്ഞില്ലേ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന സൂറത്തിൽ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വർ-റൂഹ്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ആ രാവിന്റെ പ്രത്യേകത എങ്ങനെ പറയാൻ? തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. വർ-റൂഹ്, വർ-റൂഹ് 5 വ്യാഖ്യാനമുണ്ട് അവിടെ. ഒന്ന് പറഞ്ഞ എന്താ? ജിബ്രീൽ ഇറങ്ങി വരുന്നാണ്. മറ്റൊരു പറഞ്ഞു മലക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞു, പിന്നെ ജിബ്രീൽ പെട്ടില്ലേ? അപ്പൊ അവര് പറഞ്ഞു ജിബ്രീൽ നേതാവായത് കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. രണ്ടാം വിഭാഗം ആളുകൾ പറഞ്ഞതെന്താ? റൂഹ് എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി മാത്രം ഇറങ്ങുന്ന ചില ശക്തികളാണ്. മൂന്നാം വിഭാഗം ആളുകൾ പറഞ്ഞു അല്ല, അല്ല പറഞ്ഞത് റൂഹ് ഇറങ്ങുന്നല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ജിബ്രീൽ എന്ന് പറഞ്ഞത്? നിങ്ങൾ എന്തിനാ അതിന് അങ്ങനെയുള്ള ശക്തികൾ എന്നൊക്കെ പറഞ്ഞ്? അല്ല പറയുന്ന പോലെ പറയൂ, തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങും. വർ-റൂഹ്, റൂഹ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ആത്മാവ് ഇല്ലീനിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ടാ പറഞ്ഞത് 27 രാവിന്റെ അന്ന് കണ്ടില്ലേ, 21 ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവിലൊക്കെ പകലിലൊക്കെ ഉമ്മാന്റെ ഇപ്പാന്റെ ഖബർ ഒന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യണോ. ഖബർ തേടി പോകുന്ന പൂജകരല്ല, റൂഹ് ഇറങ്ങി വരും എന്ന് പരിശുദ്ധ ഖുർആൻ. അത് പറഞ്ഞപ്പോ ചില ആൾക്കാർ പറഞ്ഞു ഈ ഖൗമിനെ ഏത് ഖുറാഫാത്തിലേക്കാ കൊണ്ടുപോകുന്നത്? ഖുറാഫാത്തിലേക്കല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. റൂഹിന് ഭൂമിയുമായി ടച്ചുള്ള ചില ദിവസങ്ങളുണ്ട്, ചില നേരങ്ങളുണ്ട്. ഏതായാലും മരണപ്പെട്ടിട്ട് ഖബറിലേക്ക് മയ്യിത്തങ്ങ് വെക്കുമ്പോഴേ ഇല്ലിയിൽ നിന്ന് റൂഹ് വന്ന് ഈ ശരീരവുമായി ടച്ചാവുകയാണ്. എന്നാൽ ധിക്കാരിയാണ് മരണപ്പെടുന്നതെങ്കിലോ, തമ്മാടിയാണ് മരണപ്പെടുന്നതെങ്കിലോ, ഇയാളുടെ റൂഹങ്ങ് പിടിച്ചിട്ട് ഈ മലക്കഥ വല്ലാത്ത വേദന. മരണത്തിന് ഭയങ്കര വേദന. മയ്യത്ത് ഒളിപ്പിക്കുന്ന ആൾക്കാരാരാ ഈ നാട്ടിലോട് ചോദിച്ചൊക്കെ ഇവർ പറഞ്ഞുതരും. അധികം മയ്യത്തും മലം വിസർജിച്ചു പോയിട്ടുണ്ടാവും, മൂത്രമൊഴിച്ചു പോയിട്ടുണ്ടാവും. എന്താ അറിയോ? വേദന കണ്ട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്. സഹനീയമാണ് വേദന. അല്ലാഹുവേ, അതുകൊണ്ടാ അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, മരണവേദന നീ ലഘൂകരിച്ചു തരണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു.
മലക്കുകൾ എൻ്റെ വിഷയം മരണമില്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തത്. ഞാൻ ഇതിലേക്കൊന്ന് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരാൻ വേണ്ടി ഒരു ആമുഖം പറഞ്ഞതാണ്. മലക്ക് തങ്ങ് പിടിച്ചിട്ട് ഈ അസ്രാഈൽ റൂഹ് പിടിച്ചിട്ട് മലക്കുകളുടെ കയ്യിൽ കൊടുക്കുമ്പോ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പടങ്ങളിൽ പൊതിയുകയാണ്. ഈ ആത്മാവിനെ കരിമ്പടത്തിൽ പൊതിയും. നമ്മൾ ഭൂമിയിൽ പ്രസവിച്ച പോലെ അല്ലേ പാപ്പ വാങ്ങിക്കൊടുത്ത ആദ്യത്തെ തുണിയിൽ ഇങ്ങനെ പൊതിയില്ലേ, അതേപോലെ ഇവിടുന്നാട് വേർപ്പൊടിയുമ്പോ വേറെ തുണിയിലാ പൊതിയന്. അത് ധിക്കാരിയാണെങ്കിൽ നരകത്തിന്റെ കരിമ്പിടങ്ങളാണ്. എന്നിട്ട് നേരെ മലക്കുകൾ ആകാശത്തിലേക്ക് കയറുന്നു. ആകാശ കവാടത്തിൽ ചെന്നിട്ട് അവർ മലക്കുകളോട് പറയും, ഡോറൊന്ന് തുറക്കാൻ, ആകാശത്തിന്റെ കവാടം തുറക്കാൻ. മറുഭാഗത്ത് ചോദിക്കും, മൻ ആരാണിത്? അപ്പൊ ഭൂമിയിൽ അയാൾ പരിചയപ്പെടുത്തപ്പെട്ട ഏറ്റവും മോശമായ പേര് കൊണ്ട് അയാൾ പരിചയപ്പെടുത്തപ്പെടും. മലക്കുകൾ പറയും, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടില്ല. ولا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط. ഒട്ടകം ഒരു സൂചിയുടെ ദ്വാരത്തിനകത്തുകൂടെ കടക്കാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അവർ സ്വർഗത്ത് കടക്കാനും പോകുന്നില്ല. ആകാശത്തിന്റെ കവാടം ഞങ്ങൾ തുറന്നു തരൂല. ആ സമയത്ത് ഈ റൂഹായിട്ട് പോണ മലക്കുകൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഒരൊറ്റയേറാണ് മലക്കുകൾ. പോലീസുകാര് വല്ല കുറ്റവാളികളെയും പിടിച്ച് ആദ്യം രക്ഷാണൊക്കെ കൊടുക്കൂലാണ്ടെണ്ണം പണിയൊക്കെ അതിന് ശേഷം നടക്കണ്ടേ. ഇവിടെ മാത്രല്ല, നമ്മൾ ഇവിടുത്തെ കാണുന്നുള്ളൂ, ഇതൊക്കെ അവിടെ നടക്കണ്ട. മലക്കൾ ദേഷ്യം പിടിച്ചിട്ട് ഏറായി റൂഹിനെ. ആ സമയത്ത് ആ റൂഹ് നേരെ വന്നിട്ട് ഈ ശരീരവുമായി ടച്ചാവാം. അപ്പോഴേക്ക് ഇയാളെ കുളിപ്പിച്ച് കഫം ചെയ്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകും. ഖബറിന്റെ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകൾ ഖബറിന്റെ മുകളിലേക്ക് അതാ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകൾ മണ്ണ് വാരി എറിയുകയാണ് ഈ ഖബറിന്റെ മുകളിലേക്ക്. വല്ലാത്തൊരു രംഗല്ലേ ആ പോക്ക്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടീലിൽ നിന്നെയുമേറ്റി ഒരു ദീനമുണ്ടോ ഒരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടീലിൽ നിന്നെയുമേറ്റി ഒരു ദീനമുണ്ടോ ഒരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ടം തോണി ചുറ്റി മുറിയാതെ കയറും ചൊല്ലി ഖബറിലേക്കുള്ള ഒരു പോക്ക് കൽബിൽ നീ ഓർത്തൊന്നു നോക്ക്. ഖബറിലേക്ക് അങ്ങ് കൊണ്ടുപോയി വെച്ച് മേലെ മണ്ണെടുത്ത് വാരിയിട്ട് മൂടുകല്ല് വെച്ച് മണ്ണൊക്കെ വാരിയിട്ടിട്ട് ഖബറിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ 3 അടി അങ്ങ് വെച്ചാൽ 3 അടി അങ്ങ് വെക്കുമ്പോഴേക്ക് അതാഹുൽ മലക്കാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകറിൻ വനകീരിൻ അലൈഹിമസ്സലാം. ഹബീബ് കൃത്യമായിട്ട് ആ രംഗങ്ങനെ പറഞ്ഞുതരാൻ. ഒരാളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നടക്കുന്ന രംഗങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ ഖബറിന്റെ അടുത്തേക്ക് അയാൾ എത്തുമ്പോ മുഅ്മിനായ മനുഷ്യനാണോ ഖബർ അയാളെ സ്വീകരിക്കും? തമ്മാടിയാണോ ഖബർ അങ്ങനെ പറയുങ്ങട് വാടാ ഇങ്ങ് വാടാ, എന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഭുജിച്ചിട്ട് എന്റെ റബ്ബിനെ മറന്നവനെ, തമ്മാടിയായി ജീവിച്ചവനെ, വാടാ നിന്റെ ദിനം കാത്തിരിക്കുകയായിരുന്നു ഞാനെന്ന് ഖബർ ഇങ്ങനെ പറയുന്നതാണ്. നമ്മൾ ചിന്തിക്കണം, റബ്ബേ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബല്ലേ പറഞ്ഞത്, ഒരു മനുഷ്യന് ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്
ആകാശഭൂമികൾ ചിന്തിക്കുന്ന ആളുകൾ, അതിന്റെ സെറ്റിപ്പിന്റെ രഹസ്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഓലിങ്ങനെ പറയുമല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദാ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആകാശം ഭൂമി വെറുതെ സൃഷ്ടിച്ചതാ നിങ്ങൾക്ക് തോന്നില്ലട്ടോന്ന് ശരിക്ക് ചിന്തിക്കുന്ന മനുഷ്യൻ പറയോ, ജീവിതം മുഴുവൻ ക്രിക്കറ്റ് കളിച്ച് തീർക്കാം. ഇവിടെ ഉണ്ടോ ടറഫ്? കാസർഗോഡ് വന്നോ? ഇവിടെ വന്നോ? അല്ല, ഉടുമ്പന്തലയിലുണ്ടോന്ന് ഞാൻ ചോദിക്കണില്ല. ആ ഉടുമ്പന്തലയില്ല, അവിടെ നിങ്ങൾ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലുണ്ടോ? കളിക്കുക. ആരോഗ്യം ഉണ്ടാവാൻ അസറിന് ശേഷം ഒരു മണിക്കൂർ കളിക്കണ കുഴപ്പമില്ല. മഗ്രിബിന് ശേഷം കളിക്കാം, ഇശാക്ക് ശേഷം കളിക്കാം, രാത്രി 12 മണിക്ക് ശേഷം കളിക്കാം. ഈ കളിക്കണേന്റെ അടുത്തൊരു കട ഉണ്ടാവും. ഉള്ള കോയൊക്കെ ഇങ്ങനെ ചുട്ടു വെച്ചിട്ട് കളിയും കഴിഞ്ഞിട്ടാവും ചെന്ന് പോന്നിട്ട് കിടക്കുക. ജീവിതം മുഴുവൻ കളിക്കേ. മഗ്രിബിന് ശേഷം കളിക്കാനുള്ള സമയമല്ല. വല്ലാത്തൊരു സമയാണത്. മഹാനായ ശംസുൽ ഉലമാ റബ്ബറല്ലാഹു മർഖദ മഗ്രിബ് കഴിഞ്ഞാൽ റൂമിലേക്ക് കയറിയിട്ട് ഡോറടണം. ഇശവരെ ആര് വന്നാലും കാണാൻ പറ്റൂലായിരുന്നു. അത്ര പ്രാധാന്യമേറിയ സമയ. നമ്മളെ കുട്ടികളെ കൊറോണ വന്നാ മതിയോ? ഓൽക്ക് പണി എന്താ? 12 മണിക്ക് കളിക്കുന്നിട്ട് മനുഷ്യന്മാരെല്ലാരും കടന്നുറങ്ങണ സമയത്ത് കൂക്ക. وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. പകൽ അല്ലാഹു ഉപജീവനത്തിന്റെ മാർഗമാക്കി, രാത്രി അല്ലാഹു വിശ്രമിക്കാനുള്ള സമയാക്കിയതാ. രാത്രി ശരീരത്തിന് വിശ്രമം കൊടുക്കേണ്ടത്. ഖൽബിന് താങ്ങാൻ കഴിയാത്ത ഭാരം കൊടുത്താ രാത്രി ഉറങ്ങുമ്പോൾ മരിച്ചോ ഉസ്താദെ, ഓനെന്നും കളിക്കണ ആളെന്നു, ഓനെങ്ങനെ മരിക്കാൻ ഒരു കാരണം ഞങ്ങൾ കാണില്ല. അല്ലാഹു തആല റബ്ബുൽ ആലമീന്റെ ശിക്ഷയാണത്. മക്കളെ, ചെറുപ്പക്കാരെ, രാത്രി കളിക്കാറുള്ള നേരമല്ല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സമയത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാ രാത്രിയുടെ നിമിഷങ്ങളൊക്കെ. എന്റെ ഈ അദാബിന്റെ കാരണം വളരെ കൃത്യമായി ഖുർആൻ വെച്ച് പഠിക്കേണ്ടതാണ്. ഖുർആൻ വെച്ച് പഠിക്കേണ്ടതാണ്. വൽ ഫജ്ർ വലയാലിൻ നശർ വശഫഇ വൽ വതർ വല്ലൈലി ഇദാ യസർ ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജർ അലം തര കൈഫ ഫഅല റബ്ബുക ബിയാദ്. വൽ ഫജ്ർ എന്ന ഉസ്താദിനോട് ചോദിച്ചു. കുസ പറഞ്ഞൊരു പ്രഭാതം. വൽ ഫജ്രി വലയാലിൻ നശർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ നശർ, 10 രാവുകളെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസർ, സഞ്ചരിച്ചു പോകുന്ന രാവിനെ തന്നെയാണ് സത്യം. എന്താണ് പറഞ്ഞത്? രാത്രിയാണ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ പോകുമ്പോൾ ഓരോ സെക്കൻഡും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വല്ലൈലി ഇദാ യസർ ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമുദായത്തെ അല്ലാഹു തആല ചെയ്തതെന്താണെന്ന് നിങ്ങൾ കണ്ടില്ലയോ? ആദ് സമുദായത്തെ അല്ലാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ മുമ്പ് പകൽ, പ്രഭാതം, രാത്രി ഇതൊക്കെ അല്ല പറഞ്ഞു. എന്താ കാരണം? ഓലി അല്ലാഹു തആല കൊടുത്ത പ്രഭാതവും രാത്രിയൊന്നും പടച്ചോൻ പറഞ്ഞതിൽ ഉപയോഗപ്പെടുത്തിയില്ല. അല്ലാഹുവിന്റെ അദാബ് വന്നു. അതന്നെ ടറഫ് ഉണ്ടാക്കിയിട്ട് സർവ്വവ്യാപകമായി ടറഫ് വന്നപ്പോൾ ആ ടറഫ് പൂട്ടിയത് കൊറോണ. പള്ളി പൂട്ടി. അദാബ് വരുമ്പോ എല്ലാം അങ്ങനെയാണല്ലോ. എല്ലാം വന്നിട്ട് എല്ലാം നിശ്ചലമായി. രണ്ടാമത് അല്ലാഹു തആല എല്ലാം ഒന്ന് നീക്കി കൊടുത്തു. അപ്പൊ ഒരു പയനേക്കാൾ അപ്പുറം. അപ്പൊ ഒമിക്രോൺ അടുത്തത് വരികയാണ്. ഒമിക്രോണിനെ കുറിച്ചുള്ള പഠനം പൂർത്തിയായിട്ടില്ല. ഓരോ ദിവസവും 10 ലക്ഷത്തിലധികം രോഗികളാണ് ഓരോ ദിവസവും ലോകത്ത്. ഇന്ത്യയിൽ അതിന്റെ താണ്ഡവമുണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ട്. കേരളത്തിലും അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്ന. കൊറോണയെ കഴിച്ചാൽ സന്തോഷിക്കൊന്നും ചെയ്യേണ്ട. അടുത്ത ഒമിക്രോന്റെ കാറ്റിൽ നമ്മൾ അകപ്പെടുമോ എന്ന് ഭയപ്പെടണം. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരോട് പറയാം, തൗബ ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോവാൻ. എന്തുകൊണ്ട്? ഓരോ ദിവസവും തൗബ ചെയ്തിട്ട് മയ്യിത്ത് കട്ടിൽ കിടക്കാൻ റെഡിയായി നിൽക്കേണ്ട സമയങ്ങളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില മനുഷ്യന്മാരെ ഞാൻ കണ്ടിരുന്നു. ഞാൻ വിചാരിച്ചത് അവരങ്ങ് മരണപ്പെട്ടാൽ നാടിളകും എന്ന് ഞാൻ വിചാരിച്ചവരാണ്. അവരുടെ മയ്യിത്ത് നിസ്കരിക്കാൻ 5 ആൾ.
5 അല്ലാഹു തആല കാണിച്ചു തന്ന രംഗമാണ്. ചില ആളുകളുടെ എനിക്ക് പരിചയമുള്ള ഒരാൾ ഇപ്പോഴും എനിക്ക് വല്ലാത്ത വേദനയാ. കൊറോണയുടെ ആദ്യകാലത്ത് മരിച്ചതാണ്. അയാളുടെ മയ്യത്ത് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടേ മയ്യത്ത് ആംബുലൻസിൽ കൂടെ ഖിബിലക്ക് പോലും കടത്തിയണോന്ന് നോക്കാൻ ആളില്ല. ആദ്യകാലത്തെല്ലാരും പേടിച്ചു വരച്ച സമയത്ത് അല്ലാഹു തആല ഒരു ജനതയുടെ ബഹുമാനം എടുത്തു കളഞ്ഞാൽ അങ്ങനെയാണ്. ഇതൊക്കെ റബ്ബ് നമ്മളെ കൺമുമ്പിൽ കാണിച്ചു തരാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നിലനിർത്തി തരണേ റബ്ബേ. റബ്ബേ ഇസ്സത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. നമ്മൾ അല്ലാഹു തആല അകറ്റിയില്ലേ. സാധാരണ ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൂട്ടിയിട്ട് ഭർത്താവിനെ സ്വീകരിക്കാൻ ഏർപ്പെട്ടു പോകും. അല്ലാഹു തല കുത്തനാക്കിയില്ലേ. അപ്പൊ തല കുത്തനാക്കിയത് എങ്ങനെ? ഭർത്താവ് എയർപോർട്ടിൽ ഇറങ്ങി എന്നറിഞ്ഞപ്പോ ഇവള് ഫ്രണ്ടിലെ ഡോറിന്റെ ചാവി ഡോർമലവിടെ വെച്ചിട്ട് തുറന്നിട്ടിട്ട് ബാക്കിലെ ഡോറിലൂടെ ഓളും കുട്ടികളും ഇറങ്ങി പോവാ. അല്ലാഹുവിന്റെ അദാബാ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഭൂമിയിൽ നമ്മൾ കാണാൻ. ഖബറിൽ വരാൻ പോകുന്ന രംഗമെന്താ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മുഅ്മിനായ ആളാണെങ്കിൽ ഖബറയാളെ സ്വാഗതം ചെയ്യും. ധിക്കാരിയായ ആളാണോ ഖബർ പറയും ഇങ്ങോട്ട് വാടാ, ഇങ്ങ് വാ, എന്റെ റബ്ബിനെ മറന്നവനല്ലടാ നീ. അത് പള്ളിയിൽ നിന്ന് ഖത്തീബ് ഉസ്താദ് പറഞ്ഞ മാതിരി ആവൂല, അത് വാപ്പ വീട്ടെന്ന് പറഞ്ഞ മാതിരി ആവൂല. നമ്മൾ ഒറ്റക്ക എല്ലാവരും നമ്മളെ കൊണ്ടുപോകും. എന്നിട്ടോ ക്യാ ക്യാ ദുനിയാസെ സ്വാഹിബേ മാൽ ഗയേ न दौलत गई साथ न अतफाल गए पहुंच जाके लहद तक फिर आए सब लोग हमराह कर गए तो अमाल गए. എല്ലാവരും കൂടി മയ്യത്തായിട്ട് പോയിട്ട് മയ്യത്തിനെ ഖബറിലാണ്ട് വെച്ചതിന് ശേഷം മോനത തിരിഞ്ഞു പോരുന്നു. ജേട്ടൻ പോകുന്നു, വാപ്പ പോകുന്നു, മക്കള് പോകുന്നു, കൂട്ടുകാര് പോകുന്നു. തലേ ദിവസം വരെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒന്നിച്ചുണ്ടായവനാ. പരസ്യമായി പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള നിയമം വന്നപ്പോ വീട്ടിന്റെ അകത്തുനിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒന്നിച്ചുണ്ടായവനാ. ഓനും മയ്യത്തടച്ചിട്ടോ തിരിച്ചു പോന്നോ. ഖബറിൽ നമ്മൾ മാത്രമാ. എന്താ ഖബറിന്റെ മേലെ മൂടുകല്ലെടുത്തു വെക്കുന്ന സമയത്ത് ഖബറിന്റെ അകത്തലങ്ങളിൽ നടക്കുന്നത് എന്താണെന്നറിയോ? ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ മണ്ണിങ്ങനെ വാരിടാണ് ഖബറിന്റെ മേലെ. അപ്പൊ എന്താ അടിഭാഗത്ത് നടക്കുന്നത്? ഖബറിന്റെ രണ്ടാമത്തെ രംഗം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഖബറിനൊരു കൂട്ടിയിരിക്കലുണ്ടല്ലോ, ഖത്തത്തുൽ ഖബർ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും അല്ലാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബറിന്റെ അദാബിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാ. ഖബറിനൊരു കൂട്ടിയിരിക്കലുണ്ട്. കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്ന ചങ്ങായിമാർ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും? വലിയ സ്നേഹിതന്മാരായ ചങ്ങാതിമാർ ഓലോട് കാണുന്ന സമയത്തുണ്ട് ഒരു ആലിംഗനം. അതേപോലെ തന്നെ നമ്മൾ ആരെ മക്കളറികള്? നമ്മൾ മണ്ണിന്റെ മക്കളാണ്. മണ്ണിൽ നിന്ന് റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത്. അത് മുഅ്മിനായ ആളാണെങ്കിലും ധിക്കാരിയായ ആളാണെങ്കിലും കൂട്ടിയിരിക്കലുണ്ട്. പക്ഷേ മുഅ്മിനായ ആളാണെങ്കിൽ എങ്ങനെയാ? സ്നേഹനിധിയായ ഉമ്മ തന്നെ ആലിംഗനം ചെയ്യുന്ന പോലെ, സ്നേഹനിധിയായ ഉമ്മ ആലിംഗനം ചെയ്യുന്ന പോലെ ധിക്കാരിയായ ആളാണോ ആ കൂട്ടിയിരിക്കൽ വല്ലാത്ത ഭീകരമായ രംഗമാ. വാരിയെല്ലുകൾ പോലും കോർത്തിണക്കപ്പെട്ടു പോകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകൾ സൈനബ റളിയല്ലാഹു അൻഹ. സൈനബ ബീവി ആരാന്നറിയോ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മോളാ. കാനത്ത് ഇംറഅതൻ മുസ്തഖാമ. സൈനബ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും രോഗം വരാറുള്ള ഒരു പെണ്ണായിരുന്നു. റസൂലുള്ളാഹിന്റെ മോളാ. എപ്പോഴും അസുഖം ഉണ്ടാവും സൈനബ ബീവിക്ക്. സൈനബ ബീവി വഫാത്തായി. അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കവേ വഫാത്തായി. സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യിത്ത് ഖബറിലെ ഇറക്കി വെച്ചു. സ്വഹാബികൾ ഖബറടക്കം ചെയ്യാൻ മണ്ണിട്ട് മൂടുകയാ ഖബറിന്റെ മേൽഭാഗം. അല്ലാഹുവിന്റെ ഹബീബ് ഖബറടക്കം കഴിഞ്ഞിട്ട് ഖബറിന്റെ അടുത്ത് തന്നെ നിന്നിട്ട് ദീർഘമായ നേരം അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാ, ദിക്ർ ചൊല്ലുകയാ, ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ചോദിച്ചു, നബിയേ, അസാധാരണമായ നേരം എന്താ അങ്ങയുടെ മകളുടെ ഖബറിന്റെ അടുത്ത് നിന്നത്? അപ്പൊ പറഞ്ഞു, സ്വഹാബാ, എന്റെ പൊന്നമോൾ സൈനബയെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ ഖബറിന്റെ ഇരുഭാഗങ്ങളും വന്നിട്ട് എന്റെ മകളുടെ ശരീരത്തോട് ചേരുന്നത് ഞാൻ കണ്ടു സ്വഹാബാ.
ഫദഉതുല്ലാഹ അല്ലാ യകൂന അദാബാ. അതെന്റെ പൊന്നുമോൾക്ക് അദാബാകാതിരിക്കാൻ ഞാൻ നബിയോട് ദുആ ചെയ്തതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളെ, നിങ്ങൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്താകും? ആരുണ്ടാവില്ല നമ്മുടെ കൂടെ, നമ്മൾ ചെയ്ത അമലുമല്ലാതെ. ഖബറിടം സന്തോഷകരമാക്കി തരണേ റബ്ബേ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ആരാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ മഹാനവർകളുടെ മയ്യിത്ത് നിസ്കരിക്കാനായി 70,000 മലക്കുകൾ അല്ലാഹു തആല വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ഖബറടക്കുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഖബറിന്റെ അടുത്ത് നിന്നല്ല സ്വഹാബികളോട് പറഞ്ഞല്ല, സ്വഹാബാ സഅദിന്റെ ശരീരത്തോട് ഖബറിന്റെ ഇരുഭാഗങ്ങളും വന്ന് ചേരുന്നത് ഞാൻ കണ്ടു സ്വഹാബാ. ഏത് മനുഷ്യനുമുള്ള രംഗമാണത്. ഖബറിന്റെ ഇരുഭാഗങ്ങളും വന്നിട്ട് ആ ശരീരത്തോട് അങ്ങ് ചേരുകയാ. നല്ലവനെന്നോ മോശപ്പെട്ടവനോ എന്ന വ്യത്യാസമില്ല. അതിലാർക്കും രക്ഷപ്പെടാനും കഴിയൂല. നല്ല മനുഷ്യരാണെങ്കിൽ സ്നേഹനിധിയായ ഉമ്മ ആലിംഗനം ചെയ്യുന്ന പോലെ, ധിക്കാരിയാണെങ്കിലോ വല്ലാത്ത ഭീകരമായ രംഗമായിരിക്കും അത്. മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. വരാനിരിക്കുന്ന ലോകത്തെ സാഹചര്യങ്ങളാണിത്. രണ്ടാമത്തെ രംഗമതാ. മൂന്നാമത്തെ രംഗം ഏതാണെന്നറിയോ? ഈ ഖബറിന്റെ ചുറ്റുഭാഗത്തുമുള്ള അയൽവാസികളായ ഖബറാളികളുണ്ടല്ലോ. കഴിഞ്ഞയാഴ്ച തന്റെ സുഹൃത്ത് മരണപ്പെട്ടവന്റെ ഖബറിലേക്ക് അവന്റെ മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചത് ഇയാളാ. പിറ്റത്തെ ആഴ്ചയാണ് ഇയാൾ മരിക്കുന്നത്. തൊട്ടടുത്തുള്ളത് ഇയാളുടെ സുഹൃത്ത് തന്നെയാണ് ഖബറാളി. അപ്പോഴേതാ ഖബറാളി വിളിക്കാ, അല്ല സഹോദരാ, നീയല്ലേ കഴിഞ്ഞയാഴ്ച ഈ ഖബറിലിറങ്ങിയിട്ട് എന്നെ ഇവിടെ വെച്ചുപോയത്? പിന്നെ എന്തേ നീ ആ രംഗമൊക്കെ കണ്ടിട്ട് നീ അതൊന്നും ഉൾക്കൊള്ളാതിരുന്നത്, തൗബ ചെയ്യാതിരുന്നത്, നീ നന്നാവാതിരുന്നത്? നന്നാവാൻ ഒരു സെക്കൻഡ് പോരെ. റൂഹ് തൊണ്ടൻകുഴിയിലെത്തുന്നതിന് മുമ്പ് എപ്പോൾ തൗബ ചെയ്താലും അല്ലാഹു ഖബൂൽ ചെയ്യൂലേ എന്ന് ചുറ്റുഭാഗത്തുമുള്ള ഖബറാളികൾ വിളിച്ചു ചോദിക്കുകയാണ്. നാലാമത്തെ രംഗം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഖബറിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ഖബറടക്കം ചെയ്യാൻ വേണ്ടി വന്ന ആളുകളില്ലേ, അവർ തസ്ബീഹൊക്കെ ചൊരിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് അങ്ങ് പിരിഞ്ഞാൽ ഖബറിന്റെ റസൂലുള്ള കൃത്യം സമയം പറഞ്ഞുതരാം. ളുഹറിന്റെ സമയപ്പഴാ, അസറിന്റെ സമയപ്പഴാ, ഹജ്ജിന്റെ സമയപ്പഴാ, നോമ്പിന്റെ സമയപ്പഴാ, നിയ്യത്ത് വെക്കേണ്ട സമയപ്പഴാ, തുറക്കേണ്ട സമയം, ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ചെന്ന പുണ്യനബി തന്നെ പറയാം. ഖബറിന്റെ അടുത്തുള്ള ആളുകൾ 3 അടി അങ്ങ് വെച്ചു കഴിഞ്ഞാൽ അതാഹുൽ മലകാനിൽ ഹായിലാനിൽ മുസമ്മഹാഉൽ മലകാനിൽ അലീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമസ്സലാം. ഖബറിന്റെ അങ്ങനെയുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ഓല് പറയാണ് ലോക്കപ്പ് മർദ്ദനം ഖബറിലില്ല. ആണ് പറഞ്ഞുവിടാണ്. ലോക്കപ്പ് മർദ്ദനം ഖബറിലില്ല. വിചാരണ വലുതാണ് വരാൻ പോകുന്നത്. ചങ്ങായിമാരെ, ഭൂമിയിൽ നിങ്ങൾ കണ്ടില്ലേ വലിയ വിചാരണ മുമ്പ് എത്ര വിചാരണ ഒക്കെ ഉണ്ട് ഇല്ലേ? വലിയ വിചാരണ ഹൈക്കോടതി, സുപ്രീം കോടതിയിലെ വലിയ വിചാരണ മുമ്പ് എത്ര വിചാരണ മുമ്പ് എടുക്കുന്നുണ്ട്. കേസ് ഫയലാണതിന് മുമ്പ് എത്ര വിചാരണ. പോലീസുകാരൻ പിടിച്ചിട്ട് സത്യം പറഞ്ഞോ ഇപ്പൊ മേടും ഞാൻ എന്നൊക്കെ പറഞ്ഞു മേടിപ്പിക്കില്ലേ? ഭൂമിയിൽ തന്നെ എത്ര വിചാരണ. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ കണ്ടോ, ഒന്നര നമ്മൾ നയിച്ചപാടെന്നെ കാണുന്ന എന്താ? 1200ഓളം സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് കട്ടാക്കി. എന്തൊക്കെ പ്രതികാര നടപടികളാണ്. ഇതൊക്കെ ഭൂമിയിൽ മനുഷ്യരോട് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖബറിൽ അതല്ല, മറ്റൊരു രംഗാണ്. ഖബറിൽ, നമ്മുടെ ഖബറിൽ അതല്ല, അള്ളാഹുവിന്റെ മലക്കുകളെ അല്ലാഹു തആല നമ്മുടെ വിചാരണക്കായി നിർത്തിയതും നമ്മൾ ജീവിതത്തിൽ ചെയ്തതിന്റെ ദുരന്തങ്ങളും നന്മകളും അനുഭവിക്കുന്ന ലോകമാണത്. ഈ മലക്കൾ വരും. മലക്കൾ വന്നിട്ട് ആതാഹുൽ മലക്കാനി, മുഅ്മിനായങ്ങളായ മനുഷ്യരാണ് നല്ല കോലത്തിലാ മലക്ക് വരിക. ധിക്കാരിയാണെങ്കിൽ ഇവരെ കാണുമ്പോൾ തന്നെ ബേജാറാവും. കണ്ണിൽ നിന്ന് തീപ്പാറുന്നുണ്ട്, മുടി താഴെ വരെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. വല്ലാത്ത ഭീകരമായ രൂപമാണ്. അതാഹുൽ മലക്കാനിൽ അളീമാനിൽ ഹായിലാനി അൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമസ്സലാം.
അവരുടെ പേര് മുങ്കർ നക്കീർ എന്നാണ് അവരുടെ പേര്. എന്നിട്ടോ ഈ ആളെ പിടിച്ചിരുത്തിയിട്ട് ചില ചോദ്യങ്ങളാണ് വിചാരണ. ആരുടെ എന്റെ റബ്ബ്? മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവന് പറയും റബ്ബി അല്ലാഹ്. കാരണം എന്താ? ഓനെപ്പോഴും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ ഖബറിലെ ചോദ്യത്തിനുള്ള പരിശീലനം ശരിക്കും നിസ്കാരവും ദിക്റുകളൊക്കെ. നിസ്കരിച്ച് കഴിഞ്ഞിട്ടുള്ള ദിക്റില്ലേ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. നിസ്കാരം അതാ. അല്ലാഹുവിന് വേണ്ടി ദുഹ്ർ നിസ്കാരം 4 റക്അത്ത് ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളൊരു സംഗതി ഒരുപാട് തവണ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അബോധ മനസ്സിലേക്ക് കയറ്റപ്പെടുന്നു. നമ്മളെ മനസ്സിന് കുറേ ഭാഗങ്ങളുണ്ട്. അത് ഹക്കീം സാറോട് ചോദിച്ചാൽ കൂപ്പര് കുറെ പറഞ്ഞുതരും. അവബോധ മനസ്സിലേക്ക് അതാണ് കുടിയിരുത്തപ്പെടുന്ന അതാണ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ, ചില ആളുകൾ വയസ്സായ ആളുകളെ കുറിച്ച് മക്കൾ പറയാറുണ്ട്. വാപ്പാന്റെ വിശേഷം എന്താ വെച്ചാൽ, വാപ്പ ഉസ്താദേ വാപ്പാക്ക് പഴയതൊക്കെ ഭയങ്കര ഓർമ്മ, പുതിയതൊന്നും ഓർമ്മ തന്നെയില്ല. എന്താണ് പഴയ കാലത്ത് വാപ്പ എന്താണോ ഏറ്റവും കൂടുതൽ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കണേ, ഈ കളിക്കണ സമയത്ത് ഈ 18ാമത്തെ വയസ്സിൽ ഗോൾ എന്ന് പറഞ്ഞോന് മുങ്കർ നക്കീർ ചോദിക്കാം മർ റബ്ബുക, ഓന് ഓർമ്മ ഉണ്ടാവും ഗോളാ. കാരണം ജുമാ നിസ്കരിച്ചാൽ പോലും ഒന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലാനോ ഇരിക്കില്ല, ഒന്ന് ഈ ചുബായാണ്. പരിശീലനം ഖബറിലെ ക്വസ്റ്റ്യൻസിനുള്ള പരിശീലനമാണ്. SLC എക്സാമിൽ എന്നോടൊപ്പം നമ്മുടെ സ്ഥാപനം ഉണ്ട്. ഇന്നലെ ഇപ്പം ഞാൻ നാട്ടിൽ ഒരു 5-10 മിനിറ്റ് ഞാൻ എൻ്റെ പള്ളിയിൽ ഉണ്ടായപ്പോൾ വിദ്യാഭ്യാസ ചുമതലയുടെ ആൾ എന്നോട് എന്നിട്ട് പറഞ്ഞു, ഇതാ പിന്നെ ജനുവരി 30 ആകുമ്പോഴേക്ക് പിന്നെ +2 ക്ലാസ് തീർക്കാന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇഫ്ലിൻ്റെ ക്ലാസ് എപ്പോൾ തീരും എന്നുള്ളത് പോലും പറഞ്ഞു തരണം. മറ്റേതിങ്ങനെ അപ്പം എന്താ ഞാൻ ചോദിച്ചു, ജനുവരി 30 എന്താ? അവന് പറഞ്ഞു മാർച്ച് 31 പരീക്ഷ. അപ്പം 2 മാസങ്ങൾക്ക് എന്ത് കൊടുക്കണം? റിവിഷൻ കൊടുക്കണം. പഠിച്ചതന്നെ ആവർത്തിപ്പിക്കാണ്. സംഗതി ഇതാണ്. അപ്പൊ നല്ല കാലത്ത് നല്ല ബ്രെയിനിന് നല്ല ഊർമ്മുള്ള സമയത്ത് അവന്റെ പണി എന്താ? ഓന് പോയിട്ട് ഗോളടിക്കാണ് പോസ്റ്റ് കുഴിച്ചിരുന്ന പണിയാണ് ഓന്റെ പണി. പിന്നതാണ് അത് നല്ല ഓർമ്മുള്ള സമയമാണ്. ആ സമയത്ത് ഓന്റെ പണി എന്താ? ഓന്റെ പണി തന്നെ തോണ്ടിക്കുത്തി. അപ്പൊ അതാ ഓർമ്മ ഉണ്ടാവുക. പിന്നെ വയസ്സാം കാലത്ത് 50 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ തുടങ്ങണത് അന്ന് മനസ്സിക്ക് എഫക്റ്റ് ആവില്ല. അല്ലാഹു പൊറുത്തരട്ടെ, അല്ലാഹു പൊറുത്തരട്ടെ. ചെറുപ്പക്കാരൻ നല്ല ആലോചിക്കണം. ആരടാ എന്റെ റബ്ബ്? മുഅ്മിൻ പറയും റബ്ബി അല്ലാഹ്. വമൻ നബിയുക, ആരടാ എന്റെ നബി? അവൻ പറയും മുഹമ്മദുൻ സല്ലല്ലാഹു. ഓനൊക്കെ ഓർമ്മയുണ്ട് കൃത്യമായി. എന്താ കാരണം? 5 നേരത്തെ നിസ്കാരത്തിൽ ഓന് പറയുന്നുണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മളെ കൗമിന്റെ സ്ഥിതി എന്താ വെച്ചാൽ ഖബറിലെ ചോദ്യത്തിനൊന്നും മറുപടി അറിഞ്ഞില്ല, തിരക്കടില്ല. SLCക്ക് ഫുൾ A+ കിട്ടിയാൽ മതി. SLCക്ക് ഫുൾ A+ കിട്ടിയാൽ മതി. അത് വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞേ, അത് വേണ്ടാന്നല്ല. അതുകൊണ്ട് കുട്ടികളെ എത്ര, ഞാനൊരു മഹലിൽ പോയി നോക്കുന്ന സമയത്ത് ആ മഹലിൽ 11 പല്ല് ഡോക്ടർമാർ. ആ മഹലിന്റെ സെക്രട്ടറിനോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ മഹലിൽ വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന മഹല്ല. ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? എന്നോട് പറഞ്ഞു 11 പല്ല് ഡോക്ടർമാരുണ്ട് ഈ നാട്ടിൽ. 11 പെൺകുട്ടികളാണ്. അപ്പൊ 11 ലേഡീസ് ഡെന്റൽ ഡോക്ടർമാരുണ്ട് അവിടെ. എന്നിട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു ഇവരിൽ എത്ര ആള് സർവീസ് ചെയ്യുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു ഒരാള്. അപ്പൊ ഞാൻ ചോദിച്ചു ബാക്കിയുള്ള 10 ആളോ? അവളൊക്കെ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മോളും ഡോക്ടറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ മോള് സർവീസ് ഇല്ലാന്നാണ്. ചോദിച്ചു പിന്നെ എന്തിനാ നിങ്ങൾ പഠിപ്പിച്ചെന്ന് ചോദിച്ചു. ഒരു 70 ലക്ഷമൊക്കെ ചെലവാക്കി നിങ്ങൾ പറഞ്ഞില്ല, എന്തിനു പഠിപ്പിച്ചു? ആ ഉസ്താദ് എൻ്റെ അമ്മായിന്റെ മോള് ഡോക്ടർ, അതുകൊണ്ട് എൻ്റെ മോളും ഡോക്ടറാന്ന് പറഞ്ഞില്ലേ, ഒരു മോശമല്ലേ? ഒരു മനുഷ്യന്റെ ചിന്തയാണ്, ഒരു മനുഷ്യന്റെ ചിന്തയാണിത്. ഞാൻ ഒരാളുടെ അവസ്ഥ പറഞ്ഞതാ, എല്ലാരും അങ്ങനെ എന്നല്ല. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഇതൊക്കെ അതിന്റെ പരിശീലനമാണ്. വമൻ നബിയുക വമാ ദീനുക, നിന്റെ ദീനേതാണ്? നിന്റെ ഈ പേന്റും കുപ്പായിട്ട പെൺകുട്ടികൾ എന്താ പേര് മറുപടി അറിയാം? വമാ ദീനുക, എന്റെ ദീനേരോട്? എന്റെ ദീന് മൈ കംഫർട്ട്, ദിസ് ഈസ് വെരി കംഫർട്ട്. എൻ്റെ ദീന് എൻ്റെ സൗകര്യമാണ്, എൻ്റെ ദീന് എൻ്റെ സൗകര്യമാണെന്ന് പറയേണ്ടി വരില്ല മക്കള്. അല്ലാഹു കാക്കട്ടെ, പറയുങ്ങൾ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അൽബിർ പോലെയുള്ള സംവിധാനങ്ങൾ, ഭൗതിക പഠനം നടത്താനുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ കൈകളിൽ അല്ലാതിരുന്നാൽ അപകടമാണ്.
കൊണ്ട് അർജന്റാണ് ഈ ഉടുമ്പൻ തലക്കാര് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനെ പിന്തുണക്കണം. മഹല്ലിലെ എല്ലാരും പിന്തുണക്കണം. അൽബിർ പ്രീ ക്ലാസ്സുകളിൽ നിങ്ങൾ ഒതുക്കരുത്. മേലേക്ക് കൊണ്ടുപോകണോ? പ്രീ ക്ലാസ്സുകളിൽ ഒതുക്കരുത്, മേലേക്ക് കൊണ്ടുപോകണോ. നമ്മുടെ മക്കൾ നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കട്ടെ. അല്ല എങ്കിൽ നമ്മുടെ ഉമ്മത്ത് നമ്മിൽ നിന്ന് കൈവിട്ടു പോകും, മക്കൾ കൈവിട്ടു പോകും. തന്തക്ക് വിവരമില്ലേന്നു എന്ന് പറയുന്ന കാരുണ്ടാവും. സോനെ നീ കാക്കണേ അല്ലാ, എന്റെ തന്തക്ക് വിവരമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു തലമുറയെ അപ്പേ നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ഏതരോ നിന്റെ ദീന്, നിന്റെ ഖിബില ഏതാ? നിസ്കരിക്കണോനെ മറുപടി പറയാൻ കഴിയുള്ളൂ. ഖിബില കഅബയാണ്. നിസ്കരിക്കാത്തവനെ പറയാൻ കഴിയൂല. അടുത്ത ചോദ്യ, കുട്ടികളെ ശ്രദ്ധിച്ചോളോ, ഉമ്മ ശ്രദ്ധിച്ചോളോ, പെങ്ങളെ ശ്രദ്ധിക്ക്. ആരൊക്കെയായിരുന്നു നിന്റെ ഫ്രണ്ട്സ്? ആരൊക്കെയായിരുന്നു നിന്റെ ഫ്രണ്ട്സ്? ചോദ്യം, ഖബറിലെ ചോദ്യം, ഖബറിലെ ചോദ്യമാണ്. നീ നിന്റെ ചങ്ങാതിമാരായി വെച്ചത് ആരെയായിരുന്നു? നിനക്ക് ഹലാലായ ആളുകളെയായിരുന്നോ അതോ നിനക്ക് ഹറാമാക്കിയ ആളുകളായിരുന്നോ? മുഅ്മിനീങ്ങളായ ആളുകൾ പറയും അൽ മുഅ്മിനൂന ഇഖ്വാനി, മുഅ്മിനീങ്ങളായിരുന്നു എന്റെ സഹോദരങ്ങളെന്ന്, സ്നേഹിതന്മാരെന്ന്, എന്റെ ചങ്ങാതിമാരെന്ന്. അതേപോലെ മുഅ്മിനത്തുകളായ സ്ത്രീകൾ പറയും അൽ മുഅ്മിനാതു അഖവാതി, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെയായിരുന്നു ഞാൻ സ്നേഹിച്ചിരുന്നത്, അവരായിരുന്നു എന്റെ ചങ്ങാതിമാർ. ഇന്നതിനൊന്നും യാതൊരു ലൈസൻസും ഇല്ല. വയല് പറഞ്ഞ നമ്മള് ഔട്ട് ഓഫ് ദി ഇയർ, ഈ കാലത്തെ ഏറ്റവും ഫാഷൻ, ഏറ്റവും സംസ്കാര ശൂന്യനാവും. ഇന്ന് അതിലൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാന്ന്. അന്യ ആണുങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ ആഡാണ്. അന്യ ആണുങ്ങളുടെ ഗ്രൂപ്പിൽ പെണ്ണുങ്ങളും പെണ്ണുങ്ങളുള്ള ഗ്രൂപ്പിൽ ആണുങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെട്ടൊരു കാല. അങ്ങനെ എല്ലാം മിക്സായ സൗഹൃദ ബന്ധങ്ങളാണ്. എല്ലാം മിക്സായ സൗഹൃദ ബന്ധം. ആരായിരുന്നു നിന്റെ സുഹൃത്തുക്കൾ എന്ന ഖബറിലെ ചോദ്യമാണ്. ഓരോരുത്തരോടും ഞാൻ പറയാണ്, എന്ത് നമുക്ക് മറുപടി പറയാനുണ്ടാകുമെന്ന് ചിന്തിക്കണം നമ്മൾ. അങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളെ ചോദിക്കും. മുഅ്മിനാണെങ്കിലൊക്കെ മറുപടി പറയും, ധിക്കാരിയാണെങ്കിലോ ഓരോ ചോദ്യത്തിനും അറിയില്ലേ, എന്നോട് ചോദിക്കരുത് എന്ന്. അപ്പോഴേക്കതാ മുഅ്മിനായ മനുഷ്യനോട് പറയപ്പെടാൻ. എത്ര ദിവസം ചോദ്യം? ഒരു ദിവസം 2 ദിവസമൊന്നുമല്ല. ചില ആളുകൾക്ക് ഒരു സെക്കൻഡ്, ചില ആളുകൾക്ക് 1 മിനിറ്റ്, ചില ആളുകൾക്ക് 1 മണിക്കൂർ, ചിലർക്ക് 1 ദിവസം, ചില ആളുകൾക്ക് 40 ദിവസം. എന്താ ഭൂമിയിൽ നമ്മൾ ചെയ്തതിന്റെ മുഴുവൻ കണക്കൊണ്ട് പറയണം, മുഴുവനും കണക്കും പറയണം. 40 ദിവസം ഇയാളാകെ വെപ്രാളപ്പെട്ടു. പണ്ട് കണ്ടില്ലേ 40 ദിവസം ഖബറിന്റെ അടുത്ത് ഓതുന്നു അല്ലേ? ഇപ്പൊ ഇവിടെ ഉണ്ടാവും ഇല്ല, അത് പോയി ഇല്ല, നമുക്ക് നേരമില്ല. വാപ്പന്റെ കാലം കഴിഞ്ഞില്ലേ? വാപ്പ ഞാൻ എന്തായാലും എന്താ എനിക്ക്, ഉമ്മാന്റെ കാലം കഴിഞ്ഞില്ലേ? ഉമ്മഞ്ഞ എന്തായാലും എനിക്കെന്താ? അങ്ങനല്ല. പഴയ കാലത്ത് അവിടെ ഇരുന്നൊരു ഖുർആൻ ഇങ്ങനെ ഓതെന്താ? ഖുർആൻ ഓതിയാൽ ഖബറിലെ ആളുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടും. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ ഞങ്ങൾക്ക് നീ തരണേ റബ്ബേ. മുഅ്മിനാണെങ്കിൽ അവസാനം പറയപ്പെടുന്നു അൻ സദഖ അബ്ദി. ചോദ്യത്തിനൊക്കെ ഉത്തരാ. അപ്പൊ പറയുന്നു അൻ സദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞതൊക്കെ സത്യമാണ്. ഫഫ്റുശൂഹു മിനൽ ജന്ന അഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന. അതുകൊണ്ട് അവന് നിങ്ങൾ ധരിക്കാൻ സ്വർഗത്തിലെ ഉടയാടകൾ നൽകണം, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കണം. സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കണം എന്ന് പറയുമ്പോ ഈ മരിച്ച മയ്യത്തിന്റെ കാലിന്റെ ഭാഗത്ത്, മരണപ്പെട്ടു പോയ ഈ മയ്യത്തുണ്ടല്ലോ ഖബറിൽ കിടക്കുന്ന, അയാളുടെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറക്കപ്പെടുന്നതാണ്. ഖബറിലെ കാലിന്റെ ഭാഗത്തുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും തിരിയും അല്ലേ? ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ നിന്നൊരു ലൈറ്റ് ഇങ്ങോട്ട് കൊടുത്താൽ, എന്നിട്ട് ആ ക്യാമറ നേരെ ഒന്ന് തിരിച്ചിങ്ങോട്ട് വെച്ചു കൊടുത്താൽ, ഞാൻ വഴുതു പറഞ്ഞ നിങ്ങളെ ബാക്കിൽ കാണാം, നിങ്ങളെ സദസ് ഇവിടെ കാണാം. ചുമരിലും അതേപോലെ
അതേപോലെ പേപ്പറുകളിലുമെല്ലാം ചിത്രങ്ങളും കോലങ്ങളും പ്രദർശിപ്പിക്കാൻ പഠിച്ച കാലാണിത്. ഖബറിലെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിലേക്കൊരു കവാടം. എന്നിട്ടോ ഖിയാമത്ത് നാളിന്റെ ഊത്തുവരെ ആ സ്വർഗത്തിലെ രംഗങ്ങൾ എങ്ങനെ കണ്ടിട്ട് എപ്പിസോഡ് മാറി 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 വരാൻ തീരൂല. ആകാശലോകങ്ങളുടെ വിശാലതയില്ലേ സ്വർഗത്തിന്, കണ്ടാ തീരൂല. അങ്ങനെ കാണാൻ, അതാണ് കൊല്ലങ്ങൾക്ക് ശേഷം, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം ഈ മരിച്ച മയ്യിത്തിനെ അല്ലാഹു തആല പുനർജന്മം ചെയ്താൽ അവരോട് ചോദിക്കും, കം ലബിത്തും, നിങ്ങൾ എത്ര കാലാ ഖബറിൽ കിടന്നത്? ഖാലു, അവർ പറയും, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരീസം കടന്നോന്ന് സംശയമാണ്. ഔ ബഅദ യൗം, ഹാഫ് ഡേ. ആയിരക്കണക്കിന് കൊല്ലം ഖബറിൽ കിടന്ന മനുഷ്യൻ പറയാം ഹാഫ് ഡേ. എന്താ കാരണം എന്നറിയോ? ഓനിത് ഇങ്ങനെ എന്തു, ചില ആളുകൾ കണ്ടില്ല നിങ്ങൾ, ഓലിങ്ങനെ കളി കാണുന്ന സമയത്ത് കണ്ട് 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 ഗാലറിയിൽ നിന്നൊക്കെ നീച്ചിങ്ങനെ ഇരുന്നിട്ട് ഓലിങ്ങനെ ചിലപ്പോൾ ഗാലറിയിൽ നിന്ന് താഴത്തേക്ക് വീണു മുമ്പൻ തന്നെ ഗോളടിക്കണം. ഒരിക്കൽ ഒരാളിനോട് പറഞ്ഞു, കോഴിക്കോട് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ്, ആ കോഴിക്കോട് സ്റ്റേഡിയത്തിനടുത്ത് ഈ കളി വലിയ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവന്റെ ബസ് 9:30 മണിക്കാണ്. അപ്പോൾ ഇവനെ കരുതി എന്തോ 9:30 മണിക്കല്ല ബസ്, 9 മണിക്ക് വന്നിട്ട് 1/2 മണിക്കൂർ കളി കാണാതെ ഇങ്ങനെ നിന്ന് ബാച്ചൊക്കെ നോക്കാൻ മറന്നുപോയി. പിന്നെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് 10:15 ബസ് പോയി 10:15 ബസ് പോയി. ഇല്ലേ, നമ്മൾ തന്നെ ഭൂമിയിൽ ചില രംഗം കാണുമ്പോൾ നമ്മളെ ബോധം നട്ടും. ഇത് സമയം പോണത് അറിയില്ല. എന്നാൽ ധിക്കാരിയായ ആളാണോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, അൻ ഖദബ അബ്ദി, ഒരു അശരീരി കേൾക്കണം അവിടുന്നവർ, അൻ ഖദബ അബ്ദി, ഇവനിത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ തെറ്റാണ്. ഓന് നിസ്കരിക്കണമെന്ന് അറിയണോ? ഓനെന്നത് അമ്മാടിത്തനം കളിച്ചു നടന്നതാ. ഓൻ ഈ പറഞ്ഞൊന്നും ശരിയല്ല. അതുകൊണ്ട് അൻ ഖദബ അബ്ദി ഫഫ്റശൂഹു മിനന്നാർ, നരകത്തിലെ ഉടയാടകൾ കൊടുക്കും. നരകത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കും. അപ്പൊ ഈ മനുഷ്യന്റെ കാലിന്റെ ഭാഗത്ത് നരകത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടുന്നു. അമേരിക്കയിലെ വൈറ്റ് ഹൗസ് നമ്മളെ മുമ്പിൽ വിരലിന്റെ തുമ്പിൽ കാണാൻ പറ്റും. വൈറ്റ് ഹൗസ് നടിച്ചാല് ഹറമിൽ തവാഫ് എടുക്കണത്, ഹറം നടിച്ചാൽ നമുക്ക് ഇങ്ങനെ പെടുന്ന് കാണാൻ പറ്റും. നരകം ഒരാളുടെ ഖബറിലെ കാലിന്റെ ഭാഗത്തേക്ക് അതിന്റെ ഡോർ എന്ന് പറഞ്ഞാൽ വിൻഡോ, അതിലേക്കൊരു വിൻഡോ തുറന്നു കൊടുക്കും അല്ലാഹു. ആ തുറന്നു കൊടുക്കാൻ പറയും. അങ്ങനെ കണ്ടിട്ട് ഇയാൾ എങ്ങനെ കഴിയാണ്. അപ്പോഴാണ് 5ാമത്തെ രംഗം എന്താണെന്നറിയോ? മുഅ്മിനായ മനുഷ്യന്റെ ഖബറിലേക്ക് ഒരാൾ കയറി വരികയാണ്. നല്ല സുന്ദര രൂപത്തിലുള്ള ആൾ, വല്ലാത്ത സൗന്ദര്യം. ഈ കയറി വരുമ്പോ ഇയാൾ ചോദിക്കും, ഖബറിൽ കിടക്കണ ആള്, നീ ആരാണ്? വല്ലാത്ത സൗന്ദര്യം ഉണ്ടല്ലോ നിങ്ങളെ കാണാൻ, നിങ്ങൾ എന്തിനാ വന്നത്? അപ്പൊ ഇയാള് ചോദിക്കും, എന്നെ അറിയില്ലേ? നിങ്ങളെനിക്ക് അറിയില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് കൂട്ടുകിടക്കാൻ വന്നതാ. നിങ്ങൾ ഒറ്റക്കല്ലേ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഒഴിവാക്കിയില്ലേ? മക്കൾ ഒഴിവാക്കിയില്ലേ? കൂട്ടുകാരൊഴിവാക്കിയില്ലേ? എല്ലാരും നിങ്ങൾ ഒറ്റക്കാക്കി പോയില്ലേ? നിങ്ങൾക്ക് പേടിക്ക് കിടക്കാൻ വന്ന ആളാണ് ഞാൻ. നിങ്ങൾ ആരാണ്? എന്നെ അറിയില്ലേ? നിങ്ങൾ നിസ്കരിച്ച തഹജ്ജുദാണ് ഞാൻ, നിങ്ങൾ നോറ്റ നോമ്പാണ് ഞാൻ, നിങ്ങൾ ഓതിയ ഖുർആനാണ് ഞാൻ, നിങ്ങൾ പള്ളിക്ക് കൊടുത്ത സ്വതഖയാണ് ഞാൻ എന്നീ വന്ന ആള് പറയുന്നിട്ട് പറയും, നിങ്ങൾ ഭൂമിയിൽ വെച്ച് ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ. പേടിക്കണ്ട, എല്ലാവരും നിങ്ങളെ കൈയൊഴിഞ്ഞില്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ഖിയാമത്ത് നാളിന്റെ 2ാമത്തെ ഊത്ത് വരെ നിങ്ങൾക്ക് പേടിക്ക് നിങ്ങളുടെ കൂടെ കിടക്കാനുണ്ടാകുമെന്ന് ഈ ആഗതനായ ആൾ പറയും. അങ്ങനെ മൂപ്പരാടെ കൂടെ കിടക്കും. മൂപ്പരുണ്ടാവും നമ്മളെ കൂടെ. ആരും അറിയും? നമ്മൾ നിസ്കരിച്ച നിസ്കാരം. അപ്പൊ നമ്മൾ നിസ്കരിച്ച നിസ്കാരം റുക്കൂ അങ്ങനെ ചെയ്തെങ്കിൽ മൂപ്പരുണ്ടാകുക. നമ്മൾ ചെയ്ത അമലുകൾ, സൽക്കർമ്മങ്ങൾ എന്താണോ അത് നമ്മളെ കൂടെ ഉണ്ടാവും. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റേ ആളെ ഖബറിലേക്ക് ഒരാൾ കയറി വരികയാണ്. കറുത്തിരുണ്ട രൂപമാണ്, കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന കോലമാണ്. ഖബർക്കട് വരുന്ന സമയത്ത് തന്നെ ഇയാൾക്ക്, ആരടോ നീ എന്തിനാ അങ്ങോട്ട് വന്നത്? എന്നെ ശല്യപ്പെടുത്ത? ഇയാൾക്ക് അറിയില്ലേ? എനിക്കറിയില്ലല്ലോ. ഞാൻ നിനക്ക് പേടിക്ക് കിടക്കാൻ വന്നതാ. നീ പേടിക്ക് കിടക്കാനോ? നിന്നെ കണ്ടാ തന്നെ പേടിയാ. ഞാൻ വിടൂല നിന്നെ. ഞാൻ നിന്റെ സുഹൃത്താണ്. നിന്റെ ഭാര്യ നിന്നെ ഒഴിവാക്കിയില്ലേ? മക്കൾ ഒഴിവാക്കിയില്ലേ? എല്ലാവരും നിന്നെ വിട്ടില്ലേ? നിനക്ക് പേടിക്ക്
കിടക്കാൻ വന്നതാണ് ഞാൻ. അന അമാലുകൽ ഖബീസ, നീ ഭൂമിയിൽ വെച്ച് ചെയ്ത തമ്മാടിത്തരങ്ങളില്ലേ, അതാണോ ഞാൻ. നീ കണ്ട ബ്ലൂ ഫിലിമുകളാണ് ഞാൻ. അമ്മമാരും പെൺകുട്ടികളോട് ഞാൻ പറയാണ്, പെങ്ങളോ ഇത്ര പ്രശ്നം, കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാൻ വന്ന് ഇരുന്നാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമല്ല. മുഖങ്ങനെ രാത്രി ആവശ്യമില്ലാത്തതൊക്കെ കാണണോ, അല്ലെങ്കിൽ അവനെ കാണണോ, അല്ലെങ്കിൽ ഭർത്താവാണ് എന്നെ ഇത് കാണാൻ നിർബന്ധിച്ചത്. തുടക്കത്തിൽ അങ്ങനെ കണ്ടെങ്കിലും ഞാൻ അതിന് അഡിക്റ്റായി പോയി. പിന്നെ എൻ്റെ ഭർത്താവിനോട് എനിക്ക് താല്പര്യമില്ലാതായി. പെങ്ങളെ, കണ്ണുകൊണ്ട് കണ്ണമൽ കണ്ട തമ്മാടിത്തരങ്ങൾ ഖബറിൽ വന്നിട്ട് പറയും, വിടൂല ഞാൻ നിന്നെ. ഖിയാമത്തിന്റെ രണ്ടാമത്തെ ഊത്ത് വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടടി, ഞാൻ നിന്റെ കൂടെ ഉണ്ടടാ. നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ പറയോ, അങ്ങനെ അയാളും കൂടെ കിടക്കാൻ. അപ്പോഴാണ് ഒരു 2-3 ദിവസത്തിന് ഈ നാട്ടിൽ എന്താ പറയല്, കണ്ണോക്കെന്ന് പറയും. എന്താ ഈ കണ്ണോക്കെന്ന് പറയാൻ കാരണം? 3-ാമത്തെ ദിവസമാ നമ്മുടെ സുന്ദരമായ കണ്ണുകൾ കണ്ടടത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവാ. മരിച്ചിട്ടേ 3-ാമത്തെ ദിവസം നിങ്ങളെ നമ്മളെങ്ങനെ കൺമഷി വാരി എഴുതാറുള്ള കണ്ണില്ലേ, അധിക പെണ്ണുങ്ങളെ കണ്ണും പുറത്തിറങ്ങിയാ നോക്കാൻ പറ്റാത്ത പോലത്തെ. എന്താ കണ്ണിങ്ങട്ട് എഴുതിയിട്ടേ വല്ല ഹൂർലീനും ഇറങ്ങി വന്നാന്ന് തോന്നുന്നു. പുറത്തു പോകുമ്പോഴല്ല കണ്ണെഴുതേണ്ടത്, നീ നിന്റെ വീട്ടിന്റെ കത്താണ്. പെങ്ങളെ, 3-ാമത്തെ ദിവസം ഈ കണ്ണ് കണ്ടടത്തിൽ നിന്ന് കവളിലേക്ക് കൊഴിഞ്ഞു വീഴും. അതേപോലെ നമ്മുടെ മൂക്കും അതാ ശരീരത്തിൽ നിന്ന് അടർന്നു വീഴുകയാണ്. അതുകൊണ്ടാണ് 3-ാമത്തെ ദിവസത്തിന് കണ്ണോക്ക് എന്ന് പറഞ്ഞത്. എന്താ അറിയോ? മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന സമയം നമ്മുടെ ഖൽബിലേക്ക് കടന്നു പോകേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ അറിയാണ്. തഅസിയത്തിന്റെ ദിവസത്തിന് നമ്മുടെ മഹാന്മാർ കണ്ണോക്ക് എന്ന് പേരിട്ടത്. മരിച്ച മയ്യത്തിന്റെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ദിവസമാണ് 3-ാം ദിവസം, തഅസിയത്തിന്റെ ദിവസം. അതിന് നമ്മുടെ മഹാന്മാർ പേരിട്ടത് കണ്ണൂക്ക്. എന്താ? അതിൽ നിന്ന് ആ മരണത്തിന്റെ ഭയാനകതയെ ഉൾക്കൊള്ളാൻ നമ്മുടെ കണ്ണ് കണ്ടടത്തിലേക്ക് കൊഴിഞ്ഞു പോകാം, മൂക്കങ്ങ് കൊഴിഞ്ഞു വീഴാൻ, ശരീരത്തിൽ നിന്ന് അടർന്നു പോവാ, നശിക്കുകയാണ്. അതാ 4-5 ദിവസം കഴിഞ്ഞാൽ പ്രിയമുള്ള ഉമ്മ, നമ്മുടെ ശരീരമില്ലേ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുകയാണ്. 6-7 ദിവസം അങ്ങ് കഴിഞ്ഞാൽ അലദ്ദൂദുൽ ഖുദൂദ വഗസ ഫീഹാ അഖൂലൽ ബഹിയാതി തിറാബി. 10 ദിവസം കഴിഞ്ഞ ഖബറൊന്ന് വിളിച്ചു. 10 ദിവസം മുമ്പ് ഖബറടക്കം ചെയ്ത 10-14 ദിവസം മുമ്പ് ഖബറടക്കം ചെയ്ത ഖബറൊന്ന് വിളിച്ചുകയാണ്. കവള് നിറയെ പുഴുക്കളാ, കണ്ണ് നിറയെ പുഴുക്കളാണ്, കാല് നിറയെ പുഴുക്കളാണ്, ശരീരം നിറയെ പുഴുക്കളാണ്. അനബൈതുദ്ദീദാൻ. ഭൂമി നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നടന്നു പോകുമ്പേ, പെങ്ങളെ ശ്രദ്ധിക്ക്, സഹോദര ശ്രദ്ധിക്ക്, ഹറാമ് ചെയ്യല്ലേ. അനബൈതുദ്ദീദാൻ, ഞാൻ പുഴുക്കരുടെ വീടാണ്. ഞാൻ തേളുകളുടെ വീടാണ്. നിങ്ങൾക്കറിയോ, ഒരു പരിക്ക് പോലും പറ്റാതെ ഖബറിനടുത്ത് അതേപോലെ കിടക്കുന്ന മയ്യിത്തുകളുണ്ട്. അതേപോലെ ഇവിടെ കാസർഗോഡ് ഏതൊരു സംഭവം ഉണ്ടായല്ലോ. അപ്പൊ ചില ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസം. ഓല് വന്നിട്ട് പറഞ്ഞു, അത് ആ മണ്ണിലെന്തോ ദഹിപ്പിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. എന്താ ചെയ്യാ ചില മനുഷ്യരാ. അപ്പോ ആ ആളെ കുറിച്ച് ആരോ പറഞ്ഞു, അയാൾ കുടുംബ ബന്ധം നന്നായി പുലർത്തുന്ന ആളായിരുന്നു. അത് വലിയ നന്മയാണ്, വലിയ നന്മയാണ് കുടുംബ ബന്ധം പുലർത്താന്നുള്ളത്. സ്വഭാവമുള്ള ആളായിരുന്നു. അബ്റാഹിമീനായ റബ്ബേ, ഞങ്ങളെയൊക്കെ നീ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ അങ്ങനെ കിടക്കുകയാണ്. സ്വർഗം കാണാനേ സ്വർഗം ഇങ്ങനെ കണ്ടിട്ട് കിടക്കും, നരകമാണെങ്കിൽ നരകം ഇങ്ങനെ കണ്ട് കിടക്കുകയാണ്. ഏതുവരെ? 2-ാമത്തെ ഊത്ത് വരെ. ആ 2-ാമത്തെ ഊത്തിനിടക്കാണ് പിന്നെ മഹാ അത്ഭുതമായ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. കൂടി പറയാൻ നമുക്ക് കഴിയില്ല, എല്ലാം കൂടെ പറയാൻ നമുക്ക് നേരമില്ലല്ലോ.
അതിന് ശേഷം പിന്നെ വലിയൊരു ലോകം തന്നെയാണ് നമുക്ക് വരാറുള്ളത്. രണ്ടാമത്തെ ഊത്തോടുകൂടെ നമ്മൾ പുനർജന്മം ചെയ്യപ്പെടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മശ്റയിലേക്കുള്ള യാത്ര, മശ്റയിലെ നിൽപ്പ്, വിചാരണയുടെ രംഗോ, മീസാൻ എന്ന ത്രാസിൽ അമലുകൾ തൂക്കുന്ന അങ്ങനെ ഒരുപാട് ലോകങ്ങളാണ്. അവസാനം നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും. അല്ലാഹു തആല സ്വർഗാവകാശികൾ നമ്മളെ ചേർത്തി തരട്ടെ. റഹീമീനായ റബ്ബേ, സ്വർഗാവകാശികളിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഞങ്ങളുടെ സദസ്സിനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എന്നെ പ്രിയമുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ, ഈ ഖബറിന്റെ ദുരവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാവുന്ന ഒരു സംഗതി റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലുള്ളാഹി പറഞ്ഞത് സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും പതിവാക്കാൻ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട് 30 ആയ 30 ആയത്താണ്. ഒരാളത് സ്ഥിരമായി പാരായണം ചെയ്താൽ ഖബറിന്റെ ഭയാനകതകളിൽ ഖബറിൽ അയാൾക്കത് കൂട്ടായുണ്ടാകും. ഏതാണത്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്താണ്. അള്ളാന്റെ ഹബീബ് പറയാൻ, സ്ഥിരമായിട്ട് ഓതിയാണെങ്കിൽ ആ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം. സദാ ഈ ഭയാനകകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? ഈ മയ്യത്തിനെ ഖബറിൽ കൊണ്ടുപോയി വെച്ച അദാബിന്റെ മലക്കുകൾ വരും. ഈ ഖബറിൽ ആളെ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് ഇറങ്ങിക്കും. ഇറങ്ങിയത് ഇങ്ങോട്ട് വരാൻ പറ്റൂല. മലക്കുകൾ പറയും, അല്ലാഹു ഞങ്ങളെ പറഞ്ഞയച്ചതാണ്, അല്ലാഹു ഞങ്ങളെ പറഞ്ഞയച്ചതാണ് ഇയാളെ ശിക്ഷിക്കാൻ. അപ്പൊ സൂറത്തുൽ മുൽക്ക് പറയും, ഇയാള് സ്ഥിരമായി എന്റെ ചങ്ങായ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇയാളിനെ ഓതാറുണ്ട്, അതുകൊണ്ട് ഇയാളെ ശിക്ഷിക്കാൻ പറ്റൂല. മലക്കുകൾ പറയും, നീ പറയുന്നതല്ല കാര്യം, അല്ലാഹു പറഞ്ഞയച്ചതാണ് ഞങ്ങൾ. അപ്പൊ സൂറത്തുൽ മുൽക്ക് പറയും, ഞാൻ അല്ലാഹുവിന്റെ കലാമാ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളേ, എന്നെ ഓതിയാൽ അവരുടെ ഖബറിൽ ശിക്ഷിക്കാൻ കഴിയൂല. അപ്പൊ ഇവര് പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അല്ലാഹു പറഞ്ഞയച്ചതാണ്, വിട്ടുതാ ഇയാളെ. സൂറത്തുൽ മുൽക്ക് ഇറങ്ങി തന്നിട്ട് ഇയാളെ ഭദ്രമായി സംരക്ഷിക്കോ. ആ സമയത്ത് മലക്കുകൾ പറയും, ആറങ്ങ് ഞങ്ങളെ ഇയാളെ ശിക്ഷിക്കട്ടെ. ആ സമയത്ത് സൂറത്തുൽ മുൽക്ക് പറയും, പടച്ചോനെ ഞാൻ നിന്റെ കലാമല്ലേ, നിന്റെ കലാമല്ല ഞാൻ. പടച്ചോനെ, എന്നെ ഓതിയ ആളാണിത്, സ്ഥിരമായിട്ട് ഓതിയ ആളാ, എന്നെ സ്നേഹിച്ച ആളാ. പടച്ചോനെ, എന്നെ സ്നേഹിച്ച ഇയാളെ നീ ശിക്ഷിക്കുന്നുവെങ്കിൽ പിന്നെ ഞാൻ നിന്റെ കലാമാണ് എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമാണ്? പിന്നെ എനിക്കെന്ത് ബഹുമാന? അങ്ങനെയെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് എന്നെ നീ എടുത്തു മാറ്റണം. ഇയാളെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പൊ അല്ലാഹു തആല മലക്കുകളോട് പറയും, തിരിച്ചിങ്ങോട്ട് പോരി, അയാൾക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അയാളുടെ ചങ്ങാതി സൂറത്തുൽ മുൽക്കാൻ. അയാളുടെ ചങ്ങാതി വാട്സപ്പും ഫേസ്ബുക്കും ആണെന്നല്ല, നമ്മളെ കുട്ടികളെ മുഴുവൻ പണി എന്താന്ന് വെച്ചാ ഏത് നേരം ഇത് തോണ്ടണ പണിയാ. എന്താ വീട്ടിലെ പെണ്ണുങ്ങളുടെ പണി എന്ന് വെച്ചാ ഏത് നേരം ഇത് തോണ്ടണ പണിയാ. മഗ്രിബിന്നില്ല, അശറിന്നില്ല, സുബഹിന്നില്ല, ഇശാഇന്നില്ല. നിങ്ങളെ ഇതുകൊണ്ടൊന്നൊരു കാര്യമില്ലേ? സൂറത്തുൽ മുൽക്കിനെ മുറുകെ പിടിച്ചോളൂ, രക്ഷപ്പെടുത്തും നമ്മളെ ഖബറിൽ. അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. റബ്ബനായി സദസ്സനീ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സദസ്സനീ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കണേ റബ്ബേ. അതേപോലെ സബാനിയത്തിന്റെ മലക്കുകൾ ശിക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നിസ്കാരം കൃത്യമായി നിലനിർത്തിയ ആളാണെങ്കിലേ ഇവരാദ്യം വരെ കാലിന്റെ ഭാഗത്തൂടെ വരുമ്പോ നിസ്കാരം കണ്ട് ഇറങ്ങി നിന്നിട്ട് പറയും, ഇയാളെ ശിക്ഷിക്കാൻ പറ്റൂല, ഇയാൾ എത്രയോ രാവുകളിൽ അള്ളാഹുവിനെ പേടിച്ചിട്ട് നിന്ന് നിസ്കരിച്ച കാലാണിത്, എന്റെ ഭാഗത്തൂടെ കയറാൻ ഞാൻ സമ്മതിക്കൂല. ആ സമയത്ത് മലക്കുകൾ വന്നിട്ട് ഇയാളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെ കയറാൻ ശ്രമിക്കും. അപ്പോ ഹജ്ജ് ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് പറയും, ഇയാളെ തൊടാൻ ഞാൻ സമ്മതിക്കൂല, ഇയാൾ പടച്ച റബ്ബിന് വേണ്ടി എത്രയോ ഹജ്ജ് ഉംറയും ചെയ്ത ആളാണ്. മലക്കുകൾ പിന്നെന്താ ചെയ്യാ? പിന്നെ നേരെ തലയുടെ ഭാഗത്തുകൂടെ കയറാൻ ശ്രമിക്കും. അല്ലേ, കൊറോണയിലൂടെ കയറലേ, കൊറോണയിലൂടെ കയറാ, കൊറോണയിലെ കയറലേ. കുടുംബതലക്കാർക്ക് അറിയില്ല കൊറോണ എങ്ങനെ ഒരാളെ ശരീരത്തിൽ എയിലൂടെ കയറാ? കണ്ണിലൂടെയാണോ? മൂക്കിലൂടെ മൂപ്പര് കയറാ. അതുകൊണ്ട് ഈ മാസ്ക് കെട്ടാൻ പറഞ്ഞു.
മൂക്കിലൂടെ കയറേണ്ട മൂപ്പർ ഇവിടെ പോയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വായിലൂടെ. അതുകൊണ്ടാണല്ലോ കൊറോണ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൂക്ക് കൂത്തുന്നത്. വല്ലാത്ത അതന്നെ ഒരു അതാപാ. ചില ആൾക്കാർ ദേഷ്യമുള്ള ആളാണ് കുത്ത് കുറച്ച് സ്ട്രോങ് ആയി. മൂക്കിലൂടെ കുത്തുന്നേ കൊറോണ രോഗാണ്, മൂക്കിലൂടെ കയറുക. ഖബറിലെ സബാനിയത്തിന് മലക്കളെ ഇല കയറിയോ? ആദ്യം കാലിന്റെ ഭാഗത്തൂടെ വന്ന് നോക്കും. നിസ്കരിച്ച മനുഷ്യനാ, അടുക്കാൻ സമ്മതിക്കില്ല, ഒരു തിരിച്ചുപോയി. പിന്നെ ശരീരത്തിന്റെ ഭാഗത്തുകൂടെ അപ്പോഴാണ് അടുക്കാൻ പറ്റില്ല. ഹജ്ജ് ഉംറ ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് പറയാ തൊടാൻ വിടൂല. ഇയാള് നീ വിചാരിച്ച ആളല്ല, ഇയാൾ എത്രയോ ഹജ്ജ് ഉംറയും അല്ലാഹ് ചെയ്ത ആളാണ്, പാടുന്നെന്ന് പറയും. അപ്പൊ പിന്നെ സബാനിയത്തിന്റെ മലക്കുകൾ നേരെ തലയുടെ ഭാഗത്തൂടെ വരും. ഇവരിങ്ങനെ വന്നോക്കണ സമയത്ത് അപ്പോഴേതാ ഇയാൾ നോറ്റ നോമ്പുകൾ. പഴയകാലത്ത് അമ്മമാരുണ്ടായിരുന്നു റജബും ഷാബാനും റമദാനും ഹുർമത്താറും നോറ്റിട്ട് 96 നോറ്റാന്ന് പറഞ്ഞ അല്ലേ. ഇന്നങ്ങനെ ഉണ്ടോ എനിക്ക് അറിയില്ല. വരാൻ പോവാ റജബ്. കയ്യിനോലൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇയാൾ നോറ്റ നോമ്പുകൾ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് പറയും, ഇയാൾ അല്ലാഹുവിന് വേണ്ടി എത്രയോ ദാഹവും വിശപ്പും സഹിച്ച ആളാ, എന്റെ ഭാഗത്തൂടെ കടക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പോഴാണ് ഈ മയ്യത്തിന്റെ 2 കൈകളുണ്ട്, കയ്യിലൂടെ കയറാൻ നോക്കാൻ മൂപ്പര്. സബാനിയത്തിന്റെ മലക്കുകൾ വന്ന് കയ്യിലൂടെ കയറാൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ സബാനിയത്തിന്റെ മലക്കുകളോട് കയ്യ് പറയാൻ, കയ്യിൽ നിന്ന് ഇയാൾ ചെയ്ത സ്വതക്ക ഇങ്ങനെ ഇറങ്ങി നിൽക്കാണ്. ഖബറിൽ ഇറങ്ങി നിന്നിട്ട് പറയാൻ, ഇലൈക്കും അന്നീ, മാറി നിൽക്കാണ്ടേ, ഇലൈക്കും അന്നീ, മാറി നിൽക്കോ, ഇയാളെ ശരീരത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കൂല. കമ്മിൻ ഖറജത്തിൻ കമ്മിൻ സ്വദഖത്തിൻ ഖറജത് മിൻ യദിഹി വവഖഅത് ഫീ യദില്ലാഹ്. ഈ കയ്യേത് കയ്യാന്നറിയോ? അല്ലാഹുക്ക് വേണ്ടി ചോദിച്ചപ്പോ എത്ര ദാനം കൊടുത്ത കയ്യാതെന്നറിയോ? വവഖഅത് ഫീ യദില്ലാഹ്, റബ്ബിന് വേണ്ടി ദാനം ചെയ്ത കയ്യാ. അതുകൊണ്ട് ആ കയ്യിലൂടെ കയറാൻ ഞങ്ങൾ സമ്മതിക്കൂല്ലെന്ന് സ്വതക്ക ഇറങ്ങി നിന്ന് പറയുമെന്ന്. സ്വതക്ക ഇറങ്ങി എന്ന് പറയും. ഉമ്മ പള്ളിക്ക് ചോദിച്ചുമ്പോ വേണം കൊടുത്താളി. മദ്രസക്ക് വേണ്ടി ചോദിക്കുമ്പോ അല്ലേ, ഇവിടെ സീറ്റ് ഇടാന്ന് പറഞ്ഞ എന്തിനാ? ഇവിടെ അങ്ങനെ സീറ്റ് ഇട്ടാല് എല്ലാ കൊല്ലം അല്ലെ, നമ്മളെ ചെറിയ കുട്ടികൾ അൽബിർ മദ്രസിലെ കുട്ടികളെ അൽബിറിലെ കുട്ടികളൊക്കെ വരുമ്പോൾ ഓല് പുറത്തിറങ്ങുമ്പോൾ വെയിലുള്ളണ്ട. സൂര്യാഘാതം കേട്ടില്ല, ഇപ്പൊ തുടങ്ങും സൂര്യാഘാതം. ഇതുവരെ കൊറോണ എന്നാ പറഞ്ഞ്, കുറച്ചു മുമ്പ് ഉരുൾപൊട്ടലെന്ന് പറഞ്ഞു, വെള്ളപ്പൊക്കം, ഇപ്പൊ പറഞ്ഞു സൂര്യാഘാതം. ഏത് കോലത്തിൽ പോയാലും നമ്മളെ ഈ പ്രപഞ്ചത്തിന് വേണ്ട തന്നെ. സൂര്യന് വേണോ? വേണ്ട. വെള്ളത്തിന് വേണോ? വേണ്ട. എല്ലാത്തിനും അല്ലാഹു നമ്മളെ എടുക്കാച്ചരക്കാക്കി മാറ്റിയാണ്. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ.